Hello, dear students. Welcome all to day 2 of our Pristine analysis. Audible ആണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. സോ നമ്മൾ ലാസ്റ്റ് ഡേ ഇന്നലെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് പ്രിസീന്റെ ഒരു ഇനീഷ്യൽ പാർട്ട് അല്ലെ, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന ഏരിയ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ഇന്നലെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു. ഇത് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന സിഗ്നിഫിക്കന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. മാഗസിൻ ലീഡേഴ്സ്, ഡയറക്ടേഴ്സ്, കോണ്ടന്റ് ഓതേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്ന ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇൻഡസ്ട്രിയിലുള്ള സിഗ്നിഫിക്കന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. മെർസയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സെഗ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻഡസ്ട്രിയിലുള്ള സെയിം സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ് മെർസയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പോ മെർസയുടെ ബേസിസിലുള്ള ഒരു മാപ്പിംഗ് നമ്മൾ ഡയറക്ട്ലി ചെയ്യുകയാണ്. ആൻഡ് ഈ മാപ്പിംഗിൽ സിഗ്നിഫിക്കന്റ് ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ ഇൻ സെക്ടർ കവേർഡ് ബൈ മാഗസിൻ, അതായത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, സ്പോർട്ടിംഗ് ബോഡീസ്, കമ്പ്യൂട്ടർ ഗെയിം മാനുഫാക്ചേഴ്സ്, പ്രഷർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഐറ്റം മാത്രം നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സെഗ്മെന്റിലേക്ക് ഇവരുടെ ഒരു പവറും ഇൻട്രസ്റ്റും എന്താണ് എന്ന രീതിയിൽ നമ്മൾ മാപ്പ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർസയുടെ കേസിൽ അങ്ങനെ ഒരു സിനാരിയോ കാര്യങ്ങളൊന്നും പ്രിസീനിൽ തന്നിട്ടില്ല. മേ ബി എക്സാമിന് അത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോ NMSA റെഗുലേറ്റർ എന്ന ഇത് ഇൻഡസ്ട്രി ബോഡി ആണെന്നും അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, പവർ എന്താണ്, മെർസയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും. പക്ഷെ ഒരു സ്പോർട്ടിംഗ് ബോഡിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം മാനുഫാക്ചേഴ്സ്, പ്രഷർ ഗ്രൂപ്പിനെ പറ്റിയിട്ടൊന്നും ഒരു ഇൻഡിക്കേഷനും പ്രിസീനിൽ ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ പവറും ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പവർ, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ അഖിൽ നോക്കുന്ന സമയത്ത് അഖിലിന് മേ ബി NMSAക്ക് ഹൈ പവർ ഉണ്ട് എന്ന് തോന്നും. ഓക്കെ, ഇനി അടുത്ത ഒരാള് മറിയെ നോക്കുന്ന സമയത്ത് മറിയക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക ഇല്ല, അവർക്ക് പവർ ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ മാപ്പ് ചെയ്യാം. എങ്കിലും ഒരു ജനറൽ ഗൈഡൻസ് എന്ന രീതിയിൽ നമുക്കിവിടെ മെർസയുടെ മാപ്പിംഗിലേക്ക് ഇടുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സ് കുറച്ച് താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാം 60% ഷെയർ ഹോൾഡിംഗ് ഉള്ള ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, അപ്പൊ അവരെ നമുക്ക് ഹൈ പവറും ഹൈ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ, കീ പ്ലേയേഴ്സ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, കാരണം എന്താ, ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഇവരാണ്. 60% എന്ന് പറയുമ്പോൾ കൺട്രോൾ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ദേ പോസസ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓവർ സ്ട്രാറ്റജിക് ഡിസിഷൻസ്, ബോർഡ് അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് മേജർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നാളെ നമ്മളൊരു അക്യൂസിഷനിലേക്ക് പോണോ വേണ്ടോ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടിംഗ് റൈറ്റ്സ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, അതിലൂടെയാണ് ഡിസൈഡഡ് ആവുന്നത്. ഓക്കെ, ഗിവൺ ദ റീസെന്റ് ഡിക്ലൈൻ ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നമ്മൾ താഴെ തന്നിരിക്കുന്ന KPIs നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിക്ലൈൻ കാണാം. അതേപോലെ റവന്യൂ ഗ്രോത്തും സ്ലോ ചെയ്യാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ ഇൻട്രസ്റ്റ് വളരെ ഹൈ ആണ്. ഇവർ 60% ഹോൾഡിംഗ് എടുത്തിട്ടുള്ളത് ആ രീതിയിലുള്ള റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഇവരെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ പവർ എന്നും ഹൈ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ മാപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ കംപ്ലീറ്റ്ലി വായിക്കുക എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കേസിലും. കാരണം എന്തുകൊണ്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് പവർ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ സബ്ജക്റ്റീവ് ഏരിയ ആണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർക്ക് ഇൻട്രസ്റ്റ് ലോ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ നിങ്ങൾ എക്സാമിന് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റീസൺ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. ആൻഡ് എങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്യേണ്ടത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം, കീ പ്ലെയർ ആണ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ വി ഷുഡ് മാനേജ് ദം ക്ലോസ്ലി ത്രൂ ട്രാൻസ്പെറന്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഡയറക്ഷൻ. അടുത്ത ഡയറക്ടേഴ്സ്, വി ഹാവ് എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഇൻ ദ ബോർഡ്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും മെർസയുടെ കേസിൽ. ഓക്കെ, സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കീ പ്ലെയർ തന്നെയാണ്. തീർച്ചയായിട്ടും അവരുടെ ഇൻട്രസ്റ്റ് വളരെ ഹൈ ആണ്. കാരണം ഇവരെടുക്കുന്ന എല്ലാ ഡിസിഷനും ഇവർ അക്കൗണ്ടബിൾ ആണ്. അല്ലെ, ഇവരെടുക്കുന്ന ഡിസിഷൻ അനുസരിച്ചാണ് കമ്പനി മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ദേ ആർ അക്കൗണ്ടബിൾ ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി, കംപ്ലയൻസ് ആൻഡ് റെപ്യൂട്ടേഷൻ. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ആ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് കൊണ്ട് ഇവർക്ക് പവർ ഉണ്ടെന്ന രീതിയിൽ പറയാം. ഹൗ ദേ ഷുഡ് ബി മാനേജ്, ദേ ഷുഡ് ബി മാനേജ് ത്രൂ റോബസ്റ്റ് ഗവേണൻസ് സ്ട്രക്ചേഴ്സ്, ഇഫക്റ്റീവ് റിസ്ക് റിപ്പോർട്ടിംഗ്, പെർഫോമൻസ് ഡാഷ്ബോർഡ് അലൈൻ ടു KPIs. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ഡയറക്ടേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറയുമ്പോൾ വളരെ ജനറലി എഴുതാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെ, KPIs ബേസ്ഡ് പെർഫോമൻസ് മെഷേഴ്സ് സെറ്റ് ചെയ്യാന്നുള്ളത്. ഇനി അടുത്തത് ഹൈ പവറും ലോവർ ഇൻട്രസ്റ്റുമാണ് എന്ന് ഫീൽ ചെയ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവര് നമ്മൾ കീപ് സാറ്റിസ്ഫൈഡ് എന്നാണ് പഠിച്ചത്.
ഫസ്റ്റ് വൺ NMSA റെഗുലേറ്റർ, നമ്മുടെ ആ ഇൻഡസ്ട്രി ബോഡിയെ നമ്മളിവിടെ, അവർക്ക് നല്ല പവർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണെങ്കിൽ അതിലൊരു കറക്ഷൻ കൊടുക്കണം എന്ന രീതിയിലൊക്കെ പറയാനും, അല്ലെ, നമ്മുടെ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ചെയ്യാൻ NMSAക്ക് പവർ ഉണ്ട്. സോ ദേ ഹാവ് ഹൈ പവർ. ഇൻട്രസ്റ്റ് കുറവാണെന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രി ബോഡി റെഗുലേറ്റർ ആയിട്ട് നിൽക്കുമ്പോൾ മെർസെ മാത്രമല്ല, ബാക്കി എല്ലാ പ്ലേയേഴ്സിനോടുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണോ അതേപോലൊക്കെ തന്നെയാണ് മെർസയ്ക്കുള്ളത്, അല്ലെ. ദേ വോണ്ട് ബി ഹാവിംഗ് എനി സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഫോർ മെർസെ ആസ് ദർ ആർ അതർ പ്ലേയേഴ്സ്. വേറെയും, അല്ലെ, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിൽക്കുന്ന മെർസയെ പോലെ വേറെയും ഒരുപാട് പബ്ലിഷിംഗ് കമ്പനീസ് ഉള്ളത് കൊണ്ട് മെർസയോട് മാത്രമായിട്ട് അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും NMSAക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ ലോവർ ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുവന്നു. സെയിം ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡർ, നമ്മളൊരു സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി റിലൈ ഓൺ എ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ. ഇവരെയും നമ്മൾ ഹൈ പവർ എന്ന് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെർസെ ഹാസ് ബീൻ യൂസിങ് ദ സെയിം പ്ലാറ്റ്ഫോം ഫോർ സെവറൽ ഇയേഴ്സ്. കുറെ വർഷമായിട്ട് ഒരേ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ. ഇത് എവിടെ തന്നിട്ടുണ്ട്? കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ പ്രിസിന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ കഴിയും, മെർസെ ഒരേ, അല്ലെ, ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോക്ക് ഇൻ റിസ്ക് ആണ്, വെണ്ടർ ലോക്ക് ഇൻ റിസ്ക്. ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ നമ്മളൊരു സപ്ലയർ ആണ്, ഇവരുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളുടെ ഡിജിറ്റൽ കോണ്ടന്റ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഇവരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവർക്ക് ഹൈ പവർ ഉണ്ടെന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് നാളെ നമ്മൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഒരു ഡിസിഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ മീഡിയ കംപ്ലീറ്റ്ലി അവിടെ സ്റ്റോപ്പ് ആവും. നമ്മുടെ പ്രിന്റ് മീഡിയ ഓൾറെഡി ഡിക്ലൈൻ ആണ്. അപ്പോൾ ഡിജിറ്റൽ മീഡിയക്ക് അങ്ങനെ ഒരു ഡിസ്ട്രപ്ഷൻ വരുന്നത് നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇനി നമ്മുടെ ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡറെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവര് പിക്ചേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡാറ്റ അനലിറ്റിക്സ്, ഒരു ബേസിക് ഡാറ്റ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അങ്ങനെ കുറച്ചൊരു ഒറ്റ പാരഗ്രാഫേ പറയുന്നുള്ളൂ അവരെ പറ്റി. ഓക്കെ, ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ട് ഇവരുടെ പവറിൽ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുകയാണ്. അതായത് മാർക്കറ്റിൽ നമ്മൾ ഇവരുമായിട്ടൊരു ലോങ് ടേം എഗ്രിമെന്റിലൊന്നും ഏർപ്പെട്ടിട്ടില്ല, മാർക്കറ്റിൽ വേറെയും പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സ് ഉണ്ട്, നമുക്ക് എപ്പോ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം എന്ന രീതിയിൽ ടാസ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ പവർ വിൽ ബി ലോ. അത് പ്രത്യേകം മനസ്സിലാക്കുക. തന്നിരിക്കുന്ന ഡേറ്റ, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഹൈ പവർ ഉണ്ടെന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഇവരുടെ ഇൻട്രസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ലോവർ ആയിരിക്കും. കാരണം ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. ഇവര് മെർസയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ഒരു ഇതായിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ലോ ആണ്. ഇനി നമ്മളിവിടെ ഇൻട്രസ്റ്റ് ഒരു മോഡറേറ്റ് എന്ന രീതിയിൽ പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മളെ സർവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മറ്റ് പബ്ലിഷേഴ്സിനെ സർവ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലൊക്കെയുള്ള എന്തെങ്കിലും എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെ, ഓൾറെഡി നമ്മളെ സർവ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു ടീമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം പ്രൊവൈഡർ. അപ്പോൾ സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യരുത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ മാത്രം. അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ തന്നിരിക്കുന്നതൊക്കെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അടിസ്ഥാനപ്പെടുത്തി, പ്രസീൻ ഇൻഫർമേഷൻ അടിസ്ഥാനപ്പെടുത്തി മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇവർക്ക് ഇൻട്രസ്റ്റ് കുറവാണെന്നുള്ളത്. കാരണം എന്താ? നമുക്ക് മെർസെ മാത്രമല്ല, വേറെ ആൾക്കാരെ സർവ് ചെയ്യാലോ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളുണ്ട്. സോ എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് ലോവർ എന്ന രീതിയിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം, മേജർ പേപ്പർ സപ്ലയേഴ്സ്. പേപ്പർ സപ്ലയേഴ്സിന്റെ കേസിൽ എന്തായിരിക്കും? ഹൈ പവർ ഉണ്ടെന്ന രീതിയിൽ പറയാനുള്ള റീസൺ, തന്നിരിക്കുന്ന സിനാരിയോ വെച്ചിട്ട് ഒരു ലോങ് ടേം എഗ്രിമെന്റിലേക്ക് ഏർപ്പെടുന്ന രീതിയിൽ ബൾക്കായിട്ട് പേപ്പർ പർച്ചേസ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് മെർസയുടെ കേസിൽ ഇതുവരെ പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഈ പറയുന്ന പോലെ ലോവർ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ, നമ്മൾക്ക് മാത്രമല്ല പേപ്പർ സപ്ലൈ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. സോ ഹൈ പവർ, ലോ ഇൻട്രസ്റ്റ്. ഹൈ പവർ മാറിയിട്ട് ലോ പവർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ സപ്ലയർ അല്ലാതെ നമുക്ക് മൾട്ടിപ്പിൾ പേപ്പർ സപ്ലൈസ് ഉള്ള രീതിയിൽ സിനാരിയോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോ പവർ എന്ന രീതിയിൽ പറയാം. ഓക്കെ, എക്സാക്ട്ലി. ഇത് നമ്മുടെ ബാർഗെയിനിങ് പവറിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത്, പവർ കുറവാണ് എന്നാൽ ഇൻട്രസ്റ്റ് വളരെ കാര്യമായിട്ടുണ്ട്. നമ്മുടെ റീഡേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് പോലുള്ള ആളുകൾ, മാഗസിൻ റീഡേഴ്സ്, അത് പ്രിന്റ് ആയിക്കോട്ടെ ഡിജിറ്റൽ ആയിക്കോട്ടെ, സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒറ്റയടിക്ക് ഒരു ഡിസിഷൻ മാറ്റുന്ന രീതിയിൽ പവർ ഇല്ല. ഒരു ഇൻഡിവിജ്വൽ റീഡറെ സംബന്ധിച്ച് ഒരിക്കലും അവർക്ക് പവർ ഇല്ല. പക്ഷെ കളക്റ്റീവ്ലി അവർക്ക്, അല്ലെ, കളക്റ്റീവ്ലി അവരൊന്നിച്ച് വന്ന് നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോണ്ടന്റ് വളരെ മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് വന്നൊരു കോണ്ടന്റിനെതിരെ ഒരു സമരം ചെയ്യാനൊക്കെ കളക്റ്റീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് പവർ.
ഇതേപോലെ ഒരു സിനാരിയോ നമ്മൾ NCCP എന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. NCCP എന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഡോണേഴ്സ് അല്ലെ, നമ്മൾ സാധാരണ ഒരു ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ഡോണർ എന്ന നിലയ്ക്ക് അവിടെ ഒരു പവറും ഇല്ല. എന്നാൽ എല്ലാവരും കളക്റ്റീവായിട്ട് വന്നു നിന്നിട്ട് ഞങ്ങൾ ഇനി ഡൊണേറ്റ് ചെയ്യുന്നില്ല എന്ന ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്ട് അവർ പ്രോഫിറ്റബിലിറ്റി അല്ലെ. പ്രോഫിറ്റബിലിറ്റി അല്ല, അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിരുന്നു, അവിടെ സർപ്ലസ് എന്നാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ അതേപോലെ ഇവിടെ ഇൻഡിവിജ്വൽ ലീഡേഴ്സിന് അങ്ങനെ പവർ ഒന്നുമില്ല, പക്ഷെ കളക്റ്റീവ്ലി അവർക്ക് പവർ ഉണ്ട്. എങ്കിലും നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത് ലോ പവർ. എന്നാൽ ഹൈ ഇൻട്രസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും മെർസെ എന്ന കമ്പനി 60 ഇയേഴ്സോളം മാർക്കറ്റിലുള്ളതാണ് അല്ലെ. അവരുടെ മാഗസിൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത് ആ മാഗസിനിലുള്ള കോണ്ടന്റിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം തന്നെയാണ്. ഓക്കെ, കമ്മിങ് ടു ഓതേഴ്സിന്റെ കേസിൽ എന്താണ്? ഓതേഴ്സിന് ഇൻഡിവിജ്വലി വലിയ പവർ ഒന്നുമില്ല. സ്ട്രാറ്റജിക് ഡയറക്ഷൻ മാറ്റാനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ വലിയൊരു ഡിസിഷൻ എടുക്കാനുള്ള ഇൻഡിവിജ്വൽ പവറും കാര്യങ്ങളല്ല. കളക്റ്റീവ്ലി ദേ ഹാവ് പവർ, ബട്ട് ദേ ഹാവ് ഹൈ ഇൻട്രസ്റ്റ് ബിക്കോസ് ദെയർ ലൈവ്ലിഹുഡ് ഈസ് ജനറലി ഡിപ്പെൻഡഡ് ഓൺ ദിസ് പബ്ലിഷർ. മെർസെ ബേസ് ചെയ്തിട്ടാണ്, മെർസെ കൊടുക്കുന്ന സാലറി വെച്ചിട്ടാണ് ഈ ഓതേഴ്സ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ജീവിക്കുന്നത്. ദേ ആർ എംപ്ലോയീസ്. ഇനി ഫ്രീലാൻസ് ആളുകളാണെങ്കിലും അവരെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. ഫ്രീലാൻസിന്റെ കേസിൽ നമുക്കൊരു ഡിബേറ്റ് ആണ്. എന്താ, ഇൻഹൗസ് ഓതേഴ്സിനെ സംബന്ധിച്ച് ഇൻഹൗസ് ഓതേഴ്സ് അവിടെ എംപ്ലോയീസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് പറയാം അവർക്ക് ഇൻട്രസ്റ്റ് എന്തായാലും ഹയർ ആയിരിക്കും, ബിക്കോസ് ദേ നീഡ് സാലറി ഫ്രം മെർസെ. ഫ്രീലാൻസ് എക്സ്പേർട്സിന്റെ കേസിൽ അത്യാവശ്യം ഒരു പറയുന്ന റേറ്റ് കിട്ടിയാലേ മെർസയ്ക്ക് ഞങ്ങൾ കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റു പാർട്ടീസിന്, അവർ ഫ്രീലാൻസ് ആണല്ലോ ചെയ്യുന്നത്, വേറെയും പബ്ലിഷേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് കോണ്ടന്റ് കൊടുക്കാം. അവരുടെ കയ്യിൽ കുറച്ചുകൂടെ പവർ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ മെർസെ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് അവിടെ വരുന്നില്ല എന്ന രീതിയിലും പറയാം. ഇനി അഡ്വർടൈസേഴ്സിന്റെ കേസിൽ എന്താ? അഡ്വർടൈസേഴ്സിന്റെ കേസും വളരെ സബ്ജക്റ്റീവാണ്. ഞാനിപ്പോ മാപ്പ് ചെയ്തത് ലോ പവർ ഹൈ ഇൻട്രസ്റ്റ് എന്ന രീതിയിലാണ്. ഓക്കെ, ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാപ്പ് ചെയ്യാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെർസയുടെ കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അഡ്വർടൈസിംഗ് റവന്യൂ കൺസിസ്റ്റന്റ്ലി ഗ്രോയിങ്. അപ്പൊ വി നീഡ് മോർ സിനാരിയോ ടു ടോക്ക് ഓൺ ദിസ് പവർ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് അഡ്വർടൈസേഴ്സ്. അഡ്വർടൈസിംഗ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കോണ്ടന്റ് ഒരുപക്ഷെ അത്രയും നല്ലതായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ് ഉള്ള ഒരു കോണ്ടന്റ് നമ്മൾ മാഗസിൻസിൽ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അഡ്വർടൈസേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അഡ്വർടൈസേഴ്സ് എന്താ പറയാ, അവരുടെ ഇൻട്രസ്റ്റ് ഹൈ ആണ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഇൻട്രസ്റ്റ് ഹൈ ആണ്. ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജിക് ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് പവർ ലോ എന്ന രീതിയിൽ പറയാം. ഇനി ലോ പവർ ലോ ഇൻട്രസ്റ്റ് എന്ന രീതിയിലും പറയാം. അഡ്വർടൈസേഴ്സിന്റെ കേസിൽ പവർ എന്തായാലും ഇല്ല, ഇൻട്രസ്റ്റ് അവർക്ക് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർസെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഇൻട്രസ്റ്റ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ഇവിടെ ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെർസെ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നുള്ള പോലെ നമുക്ക് നമ്മുടെ റവന്യൂ നോക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റവന്യൂ ഡിക്ലൈനിങ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ, വേറെയും ഒരുപാട് എന്താ പറയാ മാഗസിൻ പബ്ലിഷേഴ്സ് ഉണ്ട്, വേറെയും ഒരുപാട് ഡിജിറ്റൽ മീഡിയാസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വർടൈസ് ചെയ്യാം. അപ്പൊ അഡ്വർടൈസേഴ്സ് ആ വഴിക്ക് പോയിട്ടുണ്ടാവാം എന്ന രീതിയിൽ പറയാം. ഓക്കെ, യെസ്, നിയർ ടു ഹാഫ് ഓഫ് റവന്യൂ ഇസ് ഫ്രം അഡ്വർടൈസ്മെന്റ്. എക്സാക്ട്ലി. ഇനി ലോ പവർ ലോവർ ഇൻട്രസ്റ്റ്, അതായത് ഏറ്റവും മിനിമൽ എഫേർട്ട് എന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുകളെയാണ്. റീറ്റെയിലേഴ്സിന്റെ കേസിൽ എന്താ? റീറ്റെയിലേഴ്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ പ്രിന്റ് ഡിസ്ട്രിബ്യൂഷൻ ബട്ട് ഹോൾ ലിമിറ്റഡ് സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ്. അതായത് ഓർഗനൈസേഷനിലെ ഒരു പവറോ കാര്യങ്ങളോ ഡിസിഷൻ എടുക്കാനുള്ള പവറോ കാര്യങ്ങളോ ഒന്നും റീറ്റെയിലേഴ്സിനില്ല. ഇൻട്രസ്റ്റിന്റെ കേസ് വരുന്ന സമയത്ത് മെർസെ എന്ന മാഗസിൻ മാത്രമല്ല റീറ്റെയിലേഴ്സ് അവിടെ വിൽക്കുന്നത്. ഓർക്കുന്നല്ലോ, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളും ട്രാൻസ്പോർട്ട് ഹബും വിൽക്കുന്നത് മെർസയുടെ മാഗസിൻ 300+ മാഗസിൻസ് മാത്രമല്ല, വേറെയും ഒരുപാട് മാഗസിൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെർസെ സ്പെസിഫിക് ആയിട്ട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ടും ഷെയർ ഹോൾഡേഴ്സ് വളരെ 10%, വളരെ മിനിമൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ്, അതർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞൊരു 10% മെർസയുടെ കേസിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ട് എത്ര വർഷമായി? 8 ഇയേഴ്സ് ആണ് ആയിട്ടുള്ളത്. കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും 60 ഇയേഴ്സിന്റെ ഹിസ്റ്ററി ഒക്കെ ഉള്ള കമ്പനിയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണ്. ആൻഡ് നമ്മൾ ഗ്രോ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ 60 ഇയേഴ്സും ഓർഗാനിക് ഗ്രോത്ത് മാത്രമാണോ? ഒന്ന് കമന്റ് ചെയ്ത്, ഓർഗാനിക് ഗ്രോത്തിലൂടെയാണോ നമ്മൾ വളർന്നു വന്നത്? ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ കൂടെ ഗ്രോത്ത് ബൈ അക്വിസിഷൻ. മെർസെ ഹാവ് ഓൾറെഡി അക്വയർഡ് സം പബ്ലിഷേഴ്സ്. കുറച്ച് സ്പോർട്സ് മാഗസിൻസിനെയൊക്കെ നമ്മൾ അക്വയർ ചെയ്തൊരു കാര്യം സിനാരിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അക്വിസിഷൻസ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ഒരുപക്ഷെ 100% ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന ഫൗണ്ടേഴ്സ്,
മെർസയുടെ ഫൗണ്ടേഴ്സിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് സിനാരിയോയിൽ പറയുന്നില്ല. അപ്പൊ മേ ബി 100% ഹോൾഡ് ചെയ്ത ഫൗണ്ടേഴ്സ് ഫണ്ടിന് ആവശ്യം വന്ന സമയത്ത് ഷെയർ ഡൈല്യൂട്ട് ചെയ്ത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ കൊടുത്ത് അല്ലെ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയതെങ്കിൽ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാം, ഈ ഷെയർ ഹോൾഡേഴ്സിന് ഈവൻ ദോ 10% ഹോൾഡ് ചെയ്യുന്നുള്ളൂ, അവർക്ക് പവർ ഇല്ല എങ്കിലും അവർക്ക് ഇപ്പോഴും ഈ കമ്പനിയോട് ഒരു ഇമോഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം ഇൻട്രസ്റ്റ് ഒന്നുമില്ല. 10% ഷെയർ ഹോൾഡ് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് നോർമൽ ഇൻവെസ്റ്റേഴ്സും ആവാം. കുറച്ച് പൈസ ഇട്ടു, ഇനി അവര് റിട്ടേൺസ് നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ അവർക്ക് മേ ബി പല ഇതേപോലെ മെർസെ പോലെയുള്ള അവരുടെ പോർട്ട്ഫോളിയോയിലെ വളരെ ചെറിയൊരു ശതമാനം മാത്രമായിരിക്കും മെർസയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ആരാണ് ഈ 10%? ഇവരുടെ സ്വഭാവം കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. എന്താ പറയാ, ഇൻട്രസ്റ്റ് ഹൈ ആവാം, ഇൻട്രസ്റ്റ് ലോ ആവാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും മാപ്പ് ചെയ്യാം. ഓക്കെ, സബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഇത്ര വെച്ച് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പാർട്ട് ഫ്രം ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ടിൽ നൗ, ഇതിന്റെ കൂടെ എന്തുകൂടെ വരുന്ന ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഒരു സെലിബ്രിറ്റിയോ പ്രഷർ ഗ്രൂപ്പോ സ്പോർട്സ് ഇൻഡസ്ട്രി ബോഡീസോ കമ്പ്യൂട്ടർ ആക്സസറി മാനുഫാക്ചേഴ്സോ പോലെയുള്ള അല്ലെ ഈ മാഗസിൻ കോണ്ടന്റ് വരുന്നത് ആരെ പറ്റിയാണ്, അങ്ങനെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു സെലിബ്രിറ്റി, ഒരു പെർട്ടിക്കുലർ സെലിബ്രിറ്റി പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക, കുറച്ചുകൂടി ഇമാജിൻ ചെയ്യാൻ പറ്റും സെലിബ്രിറ്റിയെ പറ്റി വരുന്ന കോണ്ടന്റ് എന്താണ്. അയാൾ ആഗ്രഹിക്കുക ഒബ്വിയസ്ലി അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വരാനായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ ആഗ്രഹിക്കുന്നില്ല. സോ അങ്ങനെ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന രീതിയിൽ പറയാം, എന്നാൽ പവർ ഇല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോ എന്തെങ്കിലും അത് ടാസ്കിലും കൂടെ ഒക്കെ നോക്കിയിട്ട് ചെയ്യുക. വെറുതെ ഇങ്ങനെ മുൻകൂട്ടി പഠിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പോയിട്ട് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നേരെ ഇത് എഴുതി വെക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ടാസ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത NCCP ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഒന്ന് കോട്ട് ചെയ്യാണ്. NCCP ക്വസ്റ്റ്യനിൽ തന്നെ എംപ്ലോയീസും വോളണ്ടിയേഴ്സിന്റെ കേസിൽ അവരുടെ ഇൻട്രസ്റ്റ് ഭയങ്കര ഹയർ ആയിരുന്നു എന്നാണ് പ്രസീനിൽ കണ്ടത്. എക്സാം ഡേയിൽ തന്ന ടാസ്കിലെ ഏറ്റവും അവസാനത്തെ എക്സിബിറ്റിൽ തന്നിരുന്നത് ദേ നോ ലോങ്ങർ വിഷ് ടു വർക്ക് ഇൻ ദിസ് ഓർഗനൈസേഷൻ. അവരുടെ ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പോയിന്റ് ആണ് പറയുന്നത്. അപ്പൊ അത് ടാസ്ക് കൂടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് ഇൻഡസ്ട്രി ചാലഞ്ചസ്. ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ചാലഞ്ച് ഇസ് ദ ഡിക്ലൈനിങ് ഡിമാൻഡ് ഫോർ പ്രിന്റ് ബിസിനസ്. നമ്മുടെ തന്നെ റവന്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാം, പ്രിന്റ് ബേസ്ഡ് മാഗസിൻസ് ഭയങ്കര സ്ട്രക്ചറൽ ഡിക്ലൈൻ എന്നൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. ആൻഡ് അപ്പൊ നമ്മൾ എങ്ങനെ ഇപ്പൊ സർവൈവ് ചെയ്യും? നീഡ് ടു റീപ്ലേസ് ദിസ് ലോസ് ഓഫ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ആൻഡ് സെയിൽ അറ്റ് റീറ്റെയിലേഴ്സ്. ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ സബ്സ്ക്രിപ്ഷൻസിലൂടെയും അതേപോലെ റീറ്റെയിലേഴ്സിന്റെ സെയിൽസ് ഒക്കെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുക. മെനി മാഗസിൻസ് കവർ സബ്ജക്ട് ഫോർ വിച്ച് എ ലോട്ട് ഓഫ് മെറ്റീരിയൽ വിച്ച് ഇസ് അവൈലബിൾ ഓൺലൈൻ ഫോർ ഫ്രീ. ഓൾറെഡി ഓൺലൈനിൽ വളരെ ഫ്രീ കോണ്ടന്റ് ആയിട്ട് അവൈലബിൾ ആണ് കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളപ്പോ വീണ്ടും പൈസ കൊടുത്തിട്ടല്ലേ, കാശ് കൊടുത്തിട്ട് പിന്നെ എന്താ പറയാ ഈ കോണ്ടന്റ് ഒന്നും കാണേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. സോ പബ്ലിഷേഴ്സ് therefore have to produce material of quality and interest for which readers will be prepared to pay. നമ്മൾ ആലോചിക്കുക, ഇൻഡസ്ട്രിയിൽ പേവാള് വെച്ചിട്ട് വരെ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പൈസ കൊടുത്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് വ്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് എങ്കിൽ അത്രയും വാല്യൂ ആ കോണ്ടന്റ് കൊടുക്കാൻ പറ്റണം. പബ്ലിഷേഴ്സ് ഓൾസോ ഫേസ് ത്രെറ്റ്സ് ടു അഡ്വർടൈസിംഗ് ഇൻകം. പാർട്ട്ലി ദീസ് അറൈസ് ഔട്ട് ഓഫ് അഡ്വർടൈസേഴ്സ്. ശ്രദ്ധിച്ചോ, അഡ്വർടൈസേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് ഈ കാര്യങ്ങളൊക്കെ റെലവെന്റ് ആണ്. Advertisers being unwilling to pay for advertising in print-based magazine with declining demand. അഡ്വർടൈസിങ് ഇൻകത്തിലും ത്രെട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അഡ്വർടൈസേഴ്സിനൊന്നും ഇപ്പൊ എന്താ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ പ്രിന്റ് ചെയ്യുന്ന മാഗസിൻസിൽ പരസ്യം കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചും അവരുടെ ESG പൊസിഷനിങ്ങിലും സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ്സിനോടൊക്കെ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രിന്റ് ബേസ്ഡ് മാഗസിനിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. സോ ദേ വിൽ ഓൾസോ ബി ഗോയിങ് ഫോർ ഡിജിറ്റൽ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അഡ്വർടൈസിങ് ഇൻകം കൂടുന്നത് കൊണ്ട്, എന്നാൽ നമ്മുടെ പ്രിന്റ് റവന്യൂ ഡിക്ലൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം മേ ബി അഡ്വർടൈസേഴ്സ് ഒക്കെ നമ്മുടെ ഡിജിറ്റൽ മീഡിയ ആയിരിക്കാം പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവുക എന്ന രീതി. ഓക്കെ, വൈൽ പബ്ലിഷേഴ്സ് റിസീവ് ഇൻകം ഫ്രം അഡ്വർടൈസിംഗ് ഓൺ ദ ഡിജിറ്റൽ ചാനൽ, there may be other digital channel not connected with magazine publishing which are more appealing to advertisers. ഈ മാഗസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മീഡിയ അല്ലാതെ വേറെയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചാനൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലൊക്കെ അഡ്വർടൈസ് ചെയ്യാനായിരിക്കും അവർക്ക് കുറച്ചുകൂടി ഇപ്പൊ അപ്പീലിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ഈവൻ ദോ ഇപ്പൊ നമ്മുടെ അഡ്വർടൈസിങ് റവന്യൂ കൂടി നിൽക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ ചിലപ്പോൾ ടാസ്ക് കാണുമ്പോൾ മനസ്സിലായേക്കാം.
ഓർ എൽസ് അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുകയായിരിക്കാം. സോ മാഗസിൻ ഇൻഡസ്ട്രി ഇസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് കൺസോളിഡേഷൻ വിത്ത് ടേക്ക് ഓവേഴ്സ് ഓർ ബൈ ഔട്ട്സ്. അതായത് ഒരു മെച്ചൂരിറ്റി ഫേസിലാണ്. മെച്ചൂരിറ്റി ഫേസിൽ വന്ന് നിൽക്കും. ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു കണ്ടിന്യൂസ് കൺസോളിഡേഷൻ ഫേസ് ആണ്. പിന്നെ എന്ന് വെച്ചാൽ മെർജേഴ്സ്, അക്യൂസിഷൻസ്, ബൈ ഔട്ട്സ്, ടേക്ക് ഓവേഴ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവുന്ന ഒരു പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു സിനാരിയോ ആണുള്ളത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്ന്, സ്ട്രക്ചറൽ റവന്യൂ ഡിക്ലൈനിങ് പ്രിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്നലെ. ദെൻ ഫ്രീ ഓൺലൈൻ കോണ്ടന്റ്. സോ മെർസയെ സംബന്ധിച്ച് മെർസെ മസ്റ്റ് ഓഫർ ഡിഫറൻഷിയേറ്റഡ് പ്രീമിയം ക്വാളിറ്റി കണ്ടന്റ് ആൻഡ് ജസ്റ്റിഫൈസ് ദ പേയ്മെന്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയയുടെ സബ്സ്ക്രിപ്ഷൻ കുറയും. ഓക്കെ, ദെൻ അഡ്വർടൈസിങ് മൈഗ്രേഷൻ ടു ഓൾട്ടർനേറ്റീവ് പ്ലാറ്റ്ഫോംസ്, അതൊരു ത്രെറ്റ് ആണ്. നിങ്ങളൊരു സോട്ട് അനാലിസിസ് ഒക്കെ പറയുന്ന സമയത്ത് കറന്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ത്രെറ്റ് ആണ്. ദെൻ ഡുവൽ റവന്യൂ ത്രെറ്റ് എന്ന് വെച്ചാൽ എന്താ, ഓൾറെഡി റീഡേഴ്സ് കുറയാണ്, പ്രിന്റ് ബേസ്ഡ് മാഗസിൻസിന്റെ നമ്പേഴ്സും കുറയാണ്, അഡ്വർടൈസേഴ്സും കുറയാണ്. അപ്പൊ നമ്മുടെ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം ഒക്കെ കുറയാണ്. സോ ദർ ഇസ് എ നീഡ് ഫോർ സ്ട്രാറ്റജിക് റീപൊസിഷനിങ്. നമ്മൾ ചാപ്റ്റർ 1 സ്ട്രാറ്റജി പഠിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, റീപൊസിഷൻ ചെയ്യുക. അതായത് എങ്ങനെയാണോ നമ്മളിപ്പോ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്, നമ്മൾ ചിലപ്പോൾ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 3 ഒക്കെ ആയിരിക്കാം. അത് ചിലപ്പോൾ പ്രിന്റ് ബേസ്ഡ് മാഗസിൻസിലായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം ഇനി വർക്ക്ഔട്ട് ആവുക. അല്ലെങ്കിൽ നീഷ് സ്പെഷ്യലൈസേഷൻ. നമുക്കൊരു ബ്രോഡ് ഫോക്കസ് ഉണ്ട്, 300+ മാഗസിൻസ് ഫോക്കസ് ചെയ്യണം. അത് മാറിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് നീഷയിലേക്ക് പോകേണ്ടി വരും. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് ചെയ്യേണ്ടി വരും. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താ പറയാ, ആപ്പിൾ ടി വി, ഇന്നലെ ഞാൻ പറഞ്ഞ ആപ്പിൾ ടി വി ആയിട്ടുള്ള കൊളാബറേഷൻ, അല്ലെങ്കിൽ ഗൂഗിൾ ആയിട്ടുള്ള കൊളാബറേഷൻ, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലെ കീ എൻജിൻസ് ആയിട്ടുള്ള കൊളാബറേഷൻസോ, ദെൻ അക്യൂസിയേഷൻ ഓർ മെർജർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇതിലൊരു കറന്റ് സിനാരിയോ വെച്ചിട്ട്, തന്നിരിക്കുന്ന ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് നമ്മൾ വേറൊരാളെ അക്വയർ ചെയ്യാൻ പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെ ടേക്ക് ഓവർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വൈ? അതെന്തുകൊണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്? 60% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവുന്നത് തന്നെ ഒരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ റിസ്ക് കുറയ്ക്കുന്ന ഒരു സിനാരിയോ ആണ്. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ മാത്രമല്ല നമ്മൾ അത്രയും വലിയൊരു ബിഗ് കമ്പനിയാണ്. നമ്മളെ ആരെങ്കിലും അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യാൻ വരുന്ന കമ്പനി, ആ ടോപ്പ് 5 മറ്റൊരു കമ്പനി അത്രയധികം ബിഗ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഡാർലാൻഡിന്റെ വെളിയിലുള്ള ഒരു ഗ്ലോബൽ പ്ലെയർ വന്നിട്ട് അക്വയർ ചെയ്യുന്ന ഒരു സിനാരിയോ ആയിരിക്കും. ഓക്കെ, അങ്ങനെ അക്വയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ടേക്ക് ഓവർ സിനാരിയോ ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം 60% ഹോൾഡ് ചെയ്യുന്ന മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണ്. വൺ തിങ്. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഇനി അത്രയധികം ഒരു വാല്യൂ ഒക്കെ ഇവർ പറയുകയാണെങ്കിൽ, മേ ബി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സും റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് മാത്രം നിൽക്കുന്ന ആളുകളാണെങ്കിൽ ദേ ക്യാൻ ഡെഫിനറ്റ്ലി സെൽ ദ കമ്പനി. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ സ്റ്റിൽ ടേക്ക് ഓവറിന് സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്കാം. ഇനി അടുത്തത് റിസ്കിലേക്ക് പോവാണ്. റിസ്ക്, വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ റിസ്ക് ദാറ്റ് ഇസ് ഫേസ്ഡ് ബൈ ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ ആണ്. ചിലപ്പോൾ ഇതിലെ എല്ലാ റിസ്കുകളും ആരും ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ കറന്റ് ഉള്ള എല്ലാ റിസ്കുകളും മെർസയും ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മെർസയുടെ റിസ്ക് കാറ്റഗറി പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിയിൽ മേ ബി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന അതേ പ്രോബബിലിറ്റിയിലും അതേ ഇമ്പാക്റ്റിലും ആയിരിക്കില്ല മെർസയ്ക്ക് ഉണ്ടാവുക. ആ പ്രോബബിലിറ്റി ഇമ്പാക്ട് പാർട്ട് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, ഇപ്പൊ നോക്കാം. ഫസ്റ്റ് റിസ്ക് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് പുവർ കോണ്ടന്റ്. എന്താണ് ഒരു പുവർ കോണ്ടന്റ് നമ്മൾ ഉണ്ടാക്കി അത് നമ്മുടെ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വന്നേക്കാവുന്നത് ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ, ലോസ് ഓഫ് റീഡേഴ്സ്, ലോസ് ഓഫ് സെയിൽസ് ആൻഡ് അഡ്വർടൈസിങ്. ഇതാണ് ആദ്യത്തെ റിസ്ക്. റിസ്കിനെ പറ്റി നമ്മൾ എപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പവറും ഇൻട്രസ്റ്റും എന്ന പോലെ റിസ്കിനെ പറ്റി പറയുമ്പോൾ പ്രോബബിലിറ്റിയും ഇമ്പാക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞ പ്രൊഡക്ഷൻ ഓഫ് പുവർ കോണ്ടന്റ്, ഇപ്പൊ ക്വാളിറ്റി ഓഫ് കോണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ റെപ്യൂട്ടേഷനും ലോസ് ഓഫ് റീഡേഴ്സും ലോസ് അല്ലെ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി എക്സാമിന് നമ്മളോടൊപ്പം എന്തായിരിക്കും ചോദിക്കുക, ഓൾറെഡി ഇത്രയും ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അതായത് എന്താണ് ഒരു റിസ്ക് എന്നും ആ റിസ്കിന്റെ ഇമ്പാക്ട് എന്താണെന്നും വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എക്സാമിന് റിസ്ക് മാനേജ്മെന്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ റിസ്കിനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ റിസ്കിനെ മാനേജ് ചെയ്യാം എന്ന രീതിയിൽ റിസ്ക് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ എക്സാംസിനും തന്നെ കാണാറുണ്ട്. ഓക്കെ, ഏത് സെഷൻ എടുത്തു കഴിഞ്ഞാലും റിസ്ക് മാനേജ്മെന്റിനെ പറ്റി ചോദിക്കാറുള്ളത് കൊണ്ട് കുറച്ച് കാര്യമായിട്ട് തന്നെ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് കവർ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ പ്രൊഡക്ഷൻ ഓഫ് പുവർ കോണ്ടന്റ്, ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്, ഇതിന്റെ പ്രോബബിലിറ്റിയും ഇമ്പാക്റ്റും എന്താണ്,
ആൻഡ് ഹൗ ടു മിറ്റിഗേറ്റ് ദിസ്. ഇതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുന്നുള്ളതോ, എങ്ങനെ ഒരു മോശം കോണ്ടന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എഡിറ്റോറിയൽ പ്രോസസ്സും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക. ഇംപ്ലിമെന്റ് ക്വാളിറ്റി അഷ്യൂറൻസ് ഫ്രെയിംവർക്സ്, പ്രൊവൈഡ് ക്ലിയർ കോണ്ടന്റ് ഗൈഡ് ലൈൻസ്. ഇതൊക്കെ ഓൾറെഡി മെർസയെ സംബന്ധിച്ച് ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്, ശ്രദ്ധിക്കുക. മെർസയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ കോണ്ടന്റ് ഗൈഡ് ലൈൻസ് ഒക്കെ ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വൈൽ മെർസയ്ക്ക് അങ്ങനെ ഒരു എഡിറ്റോറിയൽ പ്രോസസ്സും എക്സ്പീരിയൻസ്ഡ് ഓതേഴ്സും അങ്ങനെ ഒരു കോണ്ടന്റ് ഗൈഡ് ലൈൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പ്രോബബിലിറ്റി പാർട്ട് മെർസൈനെ സംബന്ധിച്ച് നമ്മൾ മീഡിയം അല്ലെങ്കിൽ ഒരു ലോ എന്ന രീതിയിൽ എഴുതി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിലെ ഈ ഒരു ഭാഗം പ്രോബബിലിറ്റി നമ്മൾ മീഡിയം ആണോ ഹൈ ആണോ ലോ ആണോ എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് അങ്ങോട്ട് അറ്റൻഷൻ കൊടുക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പ്യുവർലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്. നിങ്ങൾ എക്സാമിന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സിനാരിയോ വരികയാണ്, സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പുതിയ ഓതറിനെ ഹയർ ചെയ്തു. ഓക്കെ, ഒരു സിനാരി ചുമ്മാ ആലോചിച്ചു. പുതിയൊരു ഓതറിനെ ഹയർ ചെയ്തു. അയാളുടെ ഒരു എന്താ പറയാ, അല്ലെങ്കിൽ വേണ്ട, ഒരു എക്സ്പീരിയൻസ്ഡ് ഓതർ, ഓൾറെഡി ഉള്ളത് എക്സ്പീരിയൻസ്ഡ് ഓതേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഒരു എക്സ്പീരിയൻസ്ഡ് ഓതർ, അയാൾ അത്രയും ഒരു എന്താ പറയാ നല്ലൊരു സിറ്റുവേഷൻ ഒന്നും അല്ലാത്ത സമയത്ത് അയാൾ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി വിച്ച് സീംസ് ടു ബി ഇൻഅപ്രോപ്രിയേറ്റ്. അത് എഡിറ്റോറിയൽ പാർട്ട് മിസ് ഔട്ട് ചെയ്തു. ഒരു തിരക്ക് കാരണം, ഈ ഡെഡ് ലൈൻ ഡേറ്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ഏറ്റവും മുകളിലുള്ള ചീഫ് എഡിറ്റർക്ക് തന്നെ ഇതെല്ലാം നോക്കാൻ സമയം കിട്ടില്ല. 300 മാഗസിൻസ് അല്ലേ നോക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, ഇതിലേക്ക് അത്രയും അറ്റൻഷൻ കൊടുത്തില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഇത് ആ ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി സംഭവിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് നമ്മുടെ മാഗസിനിൽ വരികയും അതിനെപ്പറ്റി ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് റെപ്യൂട്ടേഷൻ ഇൻഡസ്ട്രിയിൽ സർക്കുലേറ്റഡ് ആവുന്നുണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രോബബിലിറ്റി അങ്ങനെ ഈ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് പുവർ ക്വാളിറ്റി, ഐ മീൻ ലോസ് ഓഫ് ക്വാളിറ്റി കണ്ടന്റ്, ലോസ് ഓഫ് ഐ മീൻ പ്രൊഡക്ഷൻ ഓഫ് ഈ ഇപ്പൊ പറഞ്ഞ ഈ റിസ്കിന്റെ പ്രോബബിലിറ്റി നമുക്ക് ഒരിക്കലും ലോ ആണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ സബ്ജക്റ്റീവ് ആണ്. എക്സാമിന് തരുന്ന മറ്റ് സിനാരിയോസും കൂടെ നോക്കിയിട്ടേ നമുക്ക് പ്രോബബിലിറ്റി ഇമ്പാക്റ്റും ഹൈ ആണോ ലോ ആണോ ഒക്കെ പറയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, സ്റ്റിൽ ഇപ്പൊ തന്നിരിക്കുന്ന കഥ വെച്ചിട്ടുള്ള എന്താ പറയാ പ്രോബബിലിറ്റി ഇമ്പാക്ട് ആണ് ഇവിടെ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഇമ്പാക്ട് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു സിനാരിയോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മിറ്റിഗേഷൻ ആക്ഷൻസ് സെയിം ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, യൂസ് റീഡർ ഫീഡ്ബാക്ക് അനലിറ്റിക്സ് ടു മോണിറ്റർ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു അനലിറ്റിക്സ് ഒന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. സെക്കൻഡ് ഐറ്റം, അടുത്ത റിസ്ക് ലീഗൽ റിസ്ക് ആണ്. ലീഗൽ റിസ്ക് എങ്ങനെയൊക്കെ വരാം? ഡിഫമേഷൻ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരാളെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ബോഡിയെ പറ്റിയിട്ടോ ഒരു ഓർഗനൈസേഷൻ പറ്റിയിട്ടോ മോശമായിട്ട് എഴുതുകയാണ്, ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ എഴുതാണ്. പ്ലേഗിയാരിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോപ്പി റൈറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ, അതായത് വേറൊരാൾ എഴുതിയ, വേറൊരു ഓതർ മറ്റൊരു മാഗസിന് വേണ്ടി എഴുതിയ കോണ്ടന്റ് നമ്മളിലേക്ക് കോപ്പി ചെയ്യാണ്, അല്ലെ? അതാണ് പ്ലേഗിയാരിസം. ബ്രീച്ചസ് ഓഫ് NMSA റെഗുലേഷൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ? ലീഗൽ ഫീസും ഡാമേജും ഫൈനൊക്കെ, റെപ്യൂട്ടേഷണൽ ഡാമേജും ഫൈൻസ് ഒക്കെ വരാം. ഓക്കെ, പ്രോബബിലിറ്റിയും ഇമ്പാക്റ്റിന്റെയും ലെവൽ നിങ്ങളിപ്പോ കാര്യമായിട്ട് നോക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാലും എന്താ എഴുതിയെന്ന് വെച്ചാൽ എഡിറ്റോറിയൽ ഓവർസൈറ്റ് ഉള്ളത് കൊണ്ട്, അല്ലെ, അങ്ങനെ ഒരു എന്താ പറയാ പ്ലേയർസിനുള്ള ചാൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യാനുള്ള അങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ ആര് പറയും? നമ്മുടെ എഡിറ്റർ പറയും. അല്ലെങ്കിൽ NMS റെഗുലേഷൻ ബ്രീച്ച് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന രീതിയിൽ തന്നെ പറയും. സ്റ്റിൽ ഹ്യൂമൻ എറേഴ്സ് സംഭവിക്കാം, അല്ലെ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോബബിലിറ്റി ഡിപ്പെൻസ് ആണ്. അതുകൊണ്ടാണ് പ്രോബബിലിറ്റിയെ പറ്റി അധികം കമന്റ് ചെയ്യാതിരിക്കുന്നത്. ഇമ്പാക്ട് നോക്കി, ലീഗൽ കോസ്റ്റ്, ഫൈൻസ്, റെപ്യൂട്ടേഷൻ ഡാമേജ് ഒക്കെ ഉണ്ടാവാം. മിറ്റിഗേറ്റിംഗ് ആക്ഷൻസ്, ഇൻട്രൊഡ്യൂസ് ലീഗൽ റിവ്യൂ ഫോർ സെൻസിറ്റീവ് ആർട്ടിക്കിൾസ്. ഞാൻ ഒരു പെർട്ടിക്കുലർ സെലിബ്രിറ്റിയെ പറ്റിയിട്ട് ഒരു ഡിഫമിങ് കോണ്ടന്റ് നമ്മുടെ മാഗസിനിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അത് ലീഗലി പോയി കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ പൊസിഷൻ എന്തായിരിക്കും? അതാണ് ലീഗൽ റിവ്യൂ. പ്ലേഗിയാരിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ, ഓൾറെഡി ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മീഡിയയിൽ ഉള്ളൊരു കോണ്ടന്റ് ആണെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്തെന്നുള്ളത് അറിയാൻ വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതാണ് പ്ലേഗിയാരിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് അല്ലെ ദിസ് ഇസ് റിമൂവ്ഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ഓക്കെ, then a formal escalation process for high risk publications. തേർഡ് വൺ, സൈബർ സെക്യൂരിറ്റി റിസ്ക് ആണ്. മെർസെ സംബന്ധിച്ച് സബ്സ്ക്രൈബറുടെ കോൺടാക്റ്റും പേയ്മെന്റ് ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിജിറ്റൽ മീഡിയസിലൂടെ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രിന്റ് മീഡിയസിലൂടെ സബ്സ്ക്രൈബർ കോൺടാക്റ്റും പേയ്മെന്റ് ഇൻഫർമേഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എ സൈബർ അറ്റാക്ക് കുഡ് കോസ് ഇന്ററപ്ഷൻ ടു ഓപ്പറേഷൻസ്, ലോസ് ഓഫ് ഡേറ്റ, ഫൈൻസ്, ലോസ് ഓഫ് റീഡർ ട്രസ്റ്റ്.
ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഷട്ട് ഡൗണിലേക്ക് വരെ ലീഡ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ആണ്. സോ പ്രോബബിലിറ്റി ഹൈ, ഇമ്പാക്ട് ഹൈ എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം ആസ് ഓഫ് നൗ. ഹൗ ടു മിറ്റിഗേറ്റ് ദിസ്? നമ്മൾ ചാപ്റ്റർ നമ്പർ 2 ടെക്നോളജി ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് പഠിച്ച സമയത്ത് കുറെ കൺട്രോൾസും കാര്യങ്ങളും, ജനറൽ കൺട്രോൾസ്, ആപ്ലിക്കേഷൻ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ കാര്യമായിട്ട് പഠിച്ചതാണ്. അതൊക്കെ ഇവിടേക്ക് എഴുതാവുന്ന കാര്യം. പ്ലസ് സൈബർ സെക്യൂരിറ്റി ഓഡിറ്റ്സ്, സ്റ്റാഫ് അവയർനെസ് ആൻഡ് ട്രെയിനിങ്, സ്ട്രോങ് എൻക്രിപ്ഷൻ, ഇതൊക്കെ അതിലുള്ളതാണ്. ദെൻ ഡാറ്റ പ്രൊട്ടക്ഷൻ പോളിസീസ്. ഫോർത്ത് വൺ, സെർച്ച് എഞ്ചിൻസ് ആൻഡ് സോഷ്യൽ മീഡിയ. നാലാമത്തെ റിസ്ക് ആണ്. അതായത് സെർച്ച് എഞ്ചിനിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ന്യൂസിനെ പറ്റി സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ എടുത്ത് വെച്ചിട്ട് സെർച്ച് ചെയ്യണം. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം അല്ലെ മെർസയുടെ കോണ്ടന്റ്, മെർസയുടെ ഓതേഴ്സ് എഴുതിയ കോണ്ടന്റ് വരാനായിരിക്കും മെർസെ ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷെ അൽഗോരിതം ചേഞ്ചസ് ഒക്കെ വളരെ ഫ്രീക്വന്റ് ആണ്. ഇതിലൊന്നും നമുക്ക് ഒരുപാട് കൺട്രോൾ ഒന്നുമില്ല. അൽഗോരിതം ചേഞ്ചസ് പഠിച്ചിട്ട് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്തു വെക്കാം. ഓക്കെ, അതാണ് നമ്മുടെ മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റി. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEO ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഇതിലുള്ള ഇമ്പാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ റിസ്ക് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓതേഴ്സ് എഴുതിയ കോണ്ടന്റ് സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് താഴെ ഇരിക്കാം. നിങ്ങൾ തന്നെ ഏതെങ്കിലും റെസ്റ്റോറന്റ് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഒരു ടോപ്പ് 4 ലിങ്ക് ആയിരിക്കും മാക്സിമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്തുണ്ടാവും. അതിന് താഴേക്കുള്ളതോ അടുത്ത പേജിൽ ഗൂഗിളിൽ 10, 15, 20 പേജസിലൊക്കെ റിസൾട്ട് ഉണ്ടാവും. അതല്ലെങ്കിൽ അല്ലെ, ആ പേജസിലേക്കൊന്നും നമ്മൾ പോവാറ് പോലും ഇല്ല. അപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ ഏറ്റവും ടോപ്പർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SEO ചെയ്യുന്നത്. അപ്പോൾ അവിടെ മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് അതാണ് പറയാൻ പറ്റുക. പുവർ ഇക്കണോമിക് കണ്ടീഷൻ, ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഔട്ട്സൈഡ് അവർ കൺട്രോൾ. മെർസയെ സംബന്ധിച്ച് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഒരു റെസ്ട്രിക്ഷൻ വരിക, നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു റിസഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി അഡ്വർടൈസേഴ്സ് അവരുടെ മാർക്കറ്റിംഗ് സ്പെൻഡ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ റവന്യൂവിനെ എഫക്ട് ചെയ്യും. സോ വാട്ട് ഈസ് എ മിറ്റിഗേറ്റിംഗ് ആക്ഷൻ? നമ്മുടെ റവന്യൂ സ്ട്രീംസ് ഡൈവേഴ്സിഫൈ ചെയ്യുക. അഡ്വർടൈസിംഗ് ഇൻകം എന്ന് പറയുന്നതിനെ ആസ് ഓഫ് നൗ മെർസെ ഭയങ്കരമായിട്ട് ഓവർ റിലൈ ചെയ്യുന്ന ഒരു സിനാരിയോ നമ്പേഴ്സ് നോക്കി കഴിയുമ്പോൾ കാണാൻ കഴിയും. വി ഹാവ് ടു ഡൈവേഴ്സിഫൈ ദാറ്റ്. സ്ട്രെങ്തൻ ഡിജിറ്റൽ കോസ്റ്റ് എഫിഷ്യൻസി. പിന്നെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്. നമ്മളും റിസഷൻ വരുന്ന സമയത്ത് നമ്മളൊരു കമ്പനിയാണ്, നമ്മളും കോസ്റ്റ് കുറയ്ക്കുക, സാലറീസ് കട്ട് ഡൗൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുക. ഓഫർ ഫ്ലെക്സിബിൾ സബ്സ്ക്രിപ്ഷൻ മോഡൽസ്. ഫ്ലെക്സിബിൾ സബ്സ്ക്രിപ്ഷൻ മോഡൽസ് ആണ് നമ്മൾ എന്താ പറയാ ഇപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ 1 മന്ത് കഴിഞ്ഞിട്ട് പൈസ മതി, അല്ലെങ്കിൽ 2 മന്ത്സ് കഴിഞ്ഞിട്ട് പൈസ മതി എന്ന രീതിയിലൊക്കെ. അതാണ് ഫ്ലെക്സിബിൾ സബ്സ്ക്രിപ്ഷൻ മോഡൽസ്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ ബ്രാൻഡ് ലോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതൊക്കെയാണ് ഒരു ഇക്കണോമിക് ഡൗൺ ടേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, പ്രോബബിലിറ്റി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എക്സാം സിനാരിയോയിൽ ഒരു ഇൻഡസ്ട്രി ചാലഞ്ചിൽ ഇക്കണോമിക് ഡൗൺ ടേണിനെ പറ്റി കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷെ എക്സാമിന് അതിനെപ്പറ്റി കാര്യമായിട്ട് ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രോബബിലിറ്റി ഹൈ ആണെങ്കിൽ ഹൈ എഴുതുക, ലോ ആണെങ്കിൽ ലോ എഴുതുക. പ്രോബ്ലംസ് വിത്ത് പേപ്പർ സപ്ലയേഴ്സ്. പേപ്പർ ഷോർട്ടേജസ് വരാം. അങ്ങനെ പേപ്പർ ഷോർട്ടേജസ് വന്നാൽ പ്രിന്റിങ് എന്തായാലും കൃത്യസമയത്ത് നടക്കില്ല. ഓക്കെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എക്സാമിന് വന്നേക്കാവുന്ന ഒരു പൊട്ടൻഷ്യൽ സിനാരിയോ ആയിട്ട് നമ്മൾ പറയുകയാണ്, കംപ്ലീറ്റ് ഈ പ്രിന്റ് മീഡിയ പരിപാടി കംപ്ലീറ്റ്ലി അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് തരിക. ഓൾറെഡി നമുക്കുള്ള ഒരു പ്രിന്റിംഗ് മെഷീൻ ഉണ്ട്, അതൊക്കെ ആർക്കെങ്കിലും സെല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് സ്ക്രാപ്പ് ചെയ്യുക, വിൽക്കുക. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ഡിജിറ്റൽ മീഡിയ എന്നുള്ള രീതിയിലേക്ക് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള സിനാരിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലം ഇല്ല, അല്ലെ? അൺടിൽ ദെൻ ഇത് ഒരു റിസ്ക് തന്നെയാണ്. ഹൗ ടു മിറ്റിഗേറ്റ് ദാറ്റ്? മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ സപ്ലൈ റിലേഷൻഷിപ്പ്. ഒരു പേപ്പർ സപ്ലയർ മാത്രമായിട്ടല്ലാതെ, അല്ലെ, മൾട്ടിപ്പിൾ പേപ്പർ സപ്ലൈസ് ആയിട്ട് അവരുമായിട്ട് ലോങ് ടേം കോൺട്രാക്ട്സ് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഹോൾഡ് ബഫർ സ്റ്റോക്ക്, അല്ലെ, പേപ്പർ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. എക്സ്പ്ലോർ സസ്റ്റൈനബിൾ മെറ്റീരിയൽ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഇത്തവണ നമ്മളുടെ ACCയുടെ മെമ്പർഷിപ്പ് സെറിമണി ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ ഹാർട്ട്ലി നടന്നിട്ട്. ഓക്കെ, അപ്പൊ അവര് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്ന സമയത്ത്, എനിക്ക് FCC കംപ്ലീറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കുന്ന സമയത്ത് അത് പേപ്പർ അല്ല, അത് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഇനീഷ്യേറ്റീവ്സ് ആണ്. പിന്നെ അതിലൊരു QR കോഡ് ഉണ്ട്. കാണുമ്പോൾ തൊട്ട് നമുക്ക് പേപ്പർ പോലെ ആണെങ്കിലും അതില് പക്ക ഒരു ACCയുടെ ഈ സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ്. ടച്ച് ചെയ്യുമ്പോൾ പേപ്പർ ആണ്, പക്ഷെ സസ്റ്റൈനബിൾ മെറ്റീരിയൽസിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്നത്. പ്ലസ് അവരുടെ ഒരു ESG പൊസിഷനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഒരു QR കോഡ് ഉണ്ട്. ആൻഡ് ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ, ഓരോ ACCA മെമ്പേഴ്സിന്റെ പേരിലും ഇവര് മഹാരാഷ്ട്രയിൽ പൂനെ ഭാഗത്തൊക്കെ ഒരു കുറെ ഏക്കർ കണക്കിന് തോട്ടെടുത്തിട്ട് അവിടെ ഒരു മരം നടും. ഓരോ മെമ്പേഴ്സിന്റെ പേരിൽ അപ്പൊ
എന്റെ പേരിൽ ഒരു ഗുവാട്രിയാണ്, മഹാരാഷ്ട്ര ഭാഗത്ത് ഒരു ഗുവാട്രി. അത് കറക്റ്റ് ലൊക്കേഷൻ വരെ അതിൽ പിൻ ചെയ്ത് കാണാം. അപ്പോൾ അല്ലെ, പെട്ടെന്ന് നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കാണുന്നത് ഏറ്റവും താഴെ ഒരു QR കോഡാണ്. അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം. അവരുടെ ESG പൊസിഷനിങ് ആണ്, സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ് ആണ്. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യനും നമ്മുടെ ഈ മെർസൈഡ് പ്രസീനിലും വളരെ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ഏരിയ ആണ് ESG പൊസിഷനിങ്ങും അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ വന്നേക്കാം ടാസ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് തന്നെ സ്പെസിഫിക്കലി അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു കോണ്ടന്റ് ഒക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, താഴേക്ക് മുമ്പ് കാണാം. Then problems with digital publishing platform supplies. പ്ലാറ്റ്ഫോം ഫെയിലർ ആയ കംപ്ലീറ്റ് പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഓൾറെഡി പ്രിന്റ് മീഡിയ ഡിക്ലൈനിലാണ്, ഡിജിറ്റൽ മീഡിയ കൂടെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചു. ഹൗ ടു മിറ്റിഗേറ്റ് ദിസ്? എസ്റ്റാബ്ലിഷ് സർവീസ് ലെവൽ അഗ്രിമെന്റ്സ്, മെയിൻറ്റെയിൻ ബാക്കപ്പ് ഹോസ്റ്റിംഗ് അറേഞ്ച്മെന്റ്സ്, കണ്ടക്ട് റെഗുലർ സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂ ഓൾട്ടർനേറ്റീവ് പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സ്. ഒരു പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. വി ഹാവ് ബീൻ യൂസിങ് ദ സെയിം പ്ലാറ്റ്ഫോം ഫോർ സം ഇയേഴ്സ് എന്നാ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ഇതൊക്കെ സിലബസ് ആയിട്ടൊന്ന് മാപ്പ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ചാപ്റ്റർ നമ്പർ 2 പഠിച്ച സമയത്ത് ഏറ്റവും അവസാനം ഒരു പുതിയതായിട്ട് സോഫ്റ്റ്വെയർ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഒരു പുതിയ സോഫ്റ്റ്വെയർ എങ്ങനെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്താ പറയുക എസ്ക്രോസിനെ അപ്പോയിന്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു കോണ്ടന്റ് പഠിച്ചതാണ്. ഒപ്റ്റെയിൻ 6 മന്ത്സിലെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും. അപ്പോൾ ആ ഭാഗത്തുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഒരു പുതിയൊരു ഡിജിറ്റൽ പബ്ലിഷിംഗ് ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ്. അതിൽ നിന്നുള്ള നോളജ് ആണ് ഇവിടെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ബേസിക്കലി. ലോസ് ഓഫ് കീ പേഴ്സൺസ്, ഇന്റൻസീവ് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രി ആണ്. സോ ലോസ് ഓഫ് കീ പേഴ്സൺസ്, മെർസയെ സംബന്ധിച്ച് എല്ലാ ഡിവിഷനിലും, മെർസ 8 ഡിവിഷനിലൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എല്ലാ ഡിവിഷനിലും ഇൻഹൗസ് ആയിട്ട് 1 അല്ലെങ്കിൽ 2 ഓതേഴ്സ് ഉണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓതേഴ്സ് അല്ലെ. ഇവര് എന്താ പറയാ കോമ്പറ്റീറ്ററിന്റെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത എപ്പോഴും ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നു. ഓക്കെ, സോ ലോസ് ഓഫ് കീ എംപ്ലോയീസ് ഓർ senior management. This may lead to inability to deliver strategy and content quality of effective. How to mitigate this? Implement succession planning. ഒരാൾ പോയി കഴിഞ്ഞാലും അല്ലെ കണ്ടിന്യൂ ചെയ്യാനുള്ള സക്സഷൻ പ്ലാനിങ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, കോമ്പറ്റേറ്റീവ് റെമ്യൂണറേഷൻ സ്ട്രക്ചേഴ്സ്, നോളജ് ഷെയറിംഗ് സിസ്റ്റം. ഒരാളുടെ നോളജിന്റെ പുറത്ത് ആയിരിക്കരുത് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകേണ്ടത്. അതാ നോളജ് ഷെയറിംഗ് സിസ്റ്റം അവിടെ ഉണ്ടാവണം, എങ്കിലേ ഓർഗനൈസേഷൻസ് സ്കെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നൊരാളുണ്ടെങ്കിൽ മാത്രം ഓർഗനൈസേഷൻ പോകുന്ന പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള നോളജ് ഷെയറിംഗ് സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരും. ദെൻ ഫോറിൻ കറൻസി എന്ന് പറയുന്നത് മെർസെ ഫേസസ് പൊട്ടൻഷ്യൽ ലോസസ് ഓൺ സെറ്റിൽമെന്റ് ഓഫ് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ആൻഡ് ലോങ് ടേം ലോസസ് ഡ്യൂ ടു എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ്സ്. ഓക്കെ, കറന്റ്ലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡാർലാൻഡിലാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡാർലാൻഡിൽ മാത്രമാണ് നമ്മൾ ഈ പ്രിന്റ് മീഡിയ ഒക്കെ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ഫോറിൻ കറൻസിയുടെ റിസ്ക് വരാൻ സാധ്യത എന്തായിരിക്കും? മേ ബി നമ്മൾ ഡിജിറ്റൽ മീഡിയ വരുന്ന സമയത്ത് അല്ലെ, ഇത് ഗ്ലോബലി ആക്സസിബിൾ ആണ്, നമ്മുടെ ഡിജിറ്റൽ കോണ്ടന്റ് എന്നുള്ളത് ഗ്ലോബലി ആക്സസിബിൾ ആണ്. അങ്ങനെ ഗ്ലോബലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കോണ്ടന്റ് നമ്മൾ എന്താ പറയാ എക്സ്പോസ് ചെയ്യുകയും അതിനുശേഷം ഒരു പേവാൾ കോണ്ടന്റ് വരികയാണെങ്കിൽ ആ പേവാൾ കോണ്ടന്റ് എന്നുള്ള ഫണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. നമ്മുടെ ആ കോണ്ടന്റ് വായിക്കുന്ന ആർക്ക് വേണമെങ്കിലും ആ പേവാൾ കോണ്ടന്റ് പേ ചെയ്തിട്ട് കോണ്ടന്റ് എടുക്കാം. ശരിയല്ലേ? പ്ലസ് ഒന്നെങ്കിൽ ആ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് നമുക്കൊരു ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അയാള് ഡാർലൻഡിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം എന്നില്ല, അതൊരു ഗ്ലോബലി ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്, നമ്മൾ US-ന്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ ക്ലാസ്സസ് കറന്റ് പോകുന്നത്, റൈറ്റ്? സൂം എന്ന് പറയുന്നത് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന US ഡോളറിൽ. അപ്പൊ നമുക്ക് വരെ ഫേസ് ചെയ്യുന്നത് ഈ ഫോറിൻ കറൻസി റിസ്ക് എന്നുള്ളത്. ഓരോ തവണ പേയ്മെന്റ് കൊടുക്കുന്നതും ഡിഫറെന്റ് അമൗണ്ട്സ് ആണ് അല്ലെ. നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഇപ്പൊ ഏതാ? ഓക്കെ, അപ്പൊ ഫോറിൻ കറൻസി എന്നുള്ളതിന് മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ FM-ലൊക്കെ ഓൾറെഡി പഠിച്ചതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഒന്ന് വായിച്ചു നോക്കിയേ. വെരി ഗുഡ്, ഞാൻ നിങ്ങളെ കമന്റ്സ് ഒന്ന് വായിക്കാൻ പോയതാണ്. സപ്ലൈസ് മേ ബി ഫോറിൻ സപ്ലൈസ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റണം. ഫോറിൻ അക്യൂസിഷനും ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്ലോബൽ പ്ലെയർ വന്നിട്ട് ഡാർലാൻഡിൽ ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാസീവ് ബിസിനസ് മീഡിയ അല്ലെ, അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. സോ യൂസ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ്, നെഗോഷിയേറ്റ് കോൺട്രാക്ട്സ് ഇൻ ഡൊമസ്റ്റിക് കറൻസി. നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ഹോം കറൻസിയിൽ ബില്ല് ചെയ്യാൻ പറ്റും, ഇൻവോയ്സിംഗ് ഇൻ ഹോം കറൻസി അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഡെറിവേറ്റീവ്സും
ഇതൊക്കെ നമുക്ക് ഇവിടെ മിറ്റിഗേറ്റിംഗ് ആക്ഷൻസ് ആയിട്ട് എടുക്കാം. ലാസ്റ്റ് വൺ, ക്ലൈമറ്റ് ചേഞ്ച്. എക്സ്ട്രീം വെതർ ഇവന്റ്സ് may adversely impact publishers, suppliers and readers. ഓക്കെ, പബ്ലിഷേഴ്സിനെയും നോക്കണേ, പബ്ലിഷേഴ്സിനെയും സപ്ലൈസ്. എക്സ്ട്രീം വെതർ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ പെയ്ത് ഫ്ലഡ്സ് ഒക്കെ വന്ന് മരങ്ങളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പേപ്പർ സപ്ലൈ ചെയ്യാൻ അവിടെ സപ്ലൈസ് ഇല്ല എന്നുള്ളത്. അതാണ് ക്ലൈമറ്റ് ചേഞ്ച്. അതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിൽ വരും. എക്സ്ട്രീം വെതർ ഇവന്റ്സ് നമ്മുടെ ഓപ്പറേഷൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. പബ്ലിഷേഴ്സിനെ എഫക്ട് ചെയ്യും, റീഡേഴ്സിനെ എഫക്ട് ചെയ്യും. ഇനി വാട്ട് ഇസ് ദ മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ്? അപ്പൊ എക്സാക്ട്ലി എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഏത് രീതിയിലാണ് ക്ലൈമറ്റ് ചേഞ്ച് എഫക്ട് ചെയ്യുന്നത് എന്നത് കറന്റ് സിനാരിയോയിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ജനറൽ ആസ്പെക്റ്റിലാണ് ഇത് ഒരു മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റി പിടിച്ചിരിക്കുന്നത്. സ്ട്രെങ്തൻ അവർ സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ്സ്, എൻഷുർ സപ്ലയർ എൻവയോൺമെന്റലി കംപ്ലയൻസ്, റെഡ്യൂസ് എമിഷൻസ്, improve environmental reporting transparency and develop business continuity plans, അല്ലെങ്കിൽ contingency plans ഉണ്ടാവുക. അങ്ങനെ ഫ്ലഡ് വന്നു, ഓക്കെ, സോ വാട്ട് വിൽ വി ഡു നൗ എന്നുള്ള ഒരു പ്ലാൻ ബീസ് ഉണ്ടാവും. ഇതൊക്കെയാണ് മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉള്ളത്. ഓക്കെ, റിസ്കിനെ പറ്റിയിട്ടുള്ള മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ സെഗ്മെന്റ് കാര്യമായിട്ട് പഠിക്കുക. പ്രോബബിലിറ്റി ആൻഡ് ഇമ്പാക്ട് ഇസ് പ്യുവർലി സബ്ജക്റ്റീവ് എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ഓക്കെ, ഇനി അടുത്ത KPIസിലേക്ക് എടുക്കുകയാണ്. ഇൻഡസ്ട്രിയിൽ മെഷർ ചെയ്യുന്ന KPIs, റവന്യൂ ആൻഡ് റവന്യൂ ഗ്രോത്ത്. ഓക്കെ, അപ്പൊ താഴേക്ക് ഇനി ഉള്ളത് റവന്യൂ കൂടിയാൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, റവന്യൂ കുറഞ്ഞാൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആണ് ഈ പാരഗ്രാഫിൽ. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാം, ഈ ഇൻഡസ്ട്രിയിൽ റവന്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻസ് കൂടുന്നു, അഡ്വർടൈസിംഗ് ഡിമാൻഡ് കൂടുന്നു, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കൂടുന്നു, അല്ലെ? ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കൂടുകയാണ്. പുതിയ പുതിയ മാഗസിൻസ് ലോഞ്ച് ചെയ്യുകയാണ്, അതിൽ നിന്നും റവന്യൂ കിട്ടുകയാണ്, അല്ലെ? ഇതൊക്കെയല്ലേ റവന്യൂ കൂടാനുള്ള റീസൺ. റവന്യൂ കുറയാനുള്ള റീസൺ എന്തായിരിക്കാം? റിസൾട്ട് ഫ്രം ഡിക്ലൈനിങ് പ്രിന്റ് സർക്കുലേഷൻ, റെഡ്യൂസിംഗ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഡ്യൂ ടു ഇക്കണോമിക് ഡൗൺ ടേൺസ്, ലോസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഡ്യൂ ടു പുവർ കോണ്ടന്റ്, സ്ട്രോങ്ങർ കോമ്പറ്റീഷൻ. ഇതാണ് നമ്മൾ എഴുതുന്ന പോയിന്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആരാടാ അവിടെ വരച്ച് കളിക്കുന്നത്? ഹലോ ഹലോ ഹലോ, ഞാൻ ചെറിയ മക്കളെ അവസ്ഥയാണല്ലോ. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, ശരി, അടുത്ത ആ അപ്പൊ ഈ റീസൺ ഉണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു 3-4 പോയിന്റ്സ് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ 3-4 പോയിന്റ്സ് ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത്. റവന്യൂ കുറയുന്നു അല്ലെങ്കിൽ റവന്യൂ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് മെർസയുടെ കേസിൽ നമ്മൾ കണ്ടത്. ഓക്കെ, അങ്ങനെ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റീസൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് കുറച്ച് പൊട്ടൻഷ്യൽ റീസൺസ് ആയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പൊ തന്നിരിക്കുന്ന സിനാരിയോ ആയിട്ട് പ്യുവർലി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതേപോലെ ഓരോ KPIസും ആലോചിച്ചു. അടുത്ത സ്പ്ലിറ്റ് ഓഫ് റവന്യൂ ബിറ്റ്വീൻ മാഗസിൻ ആൻഡ് അഡ്വർടൈസിംഗ് റവന്യൂ. ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്തേ. സ്പ്ലിറ്റ് ഓഫ് റവന്യൂ ബിറ്റ്വീൻ മാഗസിൻ ആൻഡ് അഡ്വർടൈസിംഗ് റവന്യൂ. ഒന്ന് ആലോചിക്കാം. മാഗസിന്റെ റവന്യൂ കൂടിയാൽ അത് നല്ലതാണ്, അഡ്വർടൈസിംഗിന്റെ റവന്യൂ കൂടിയാൽ അത് നല്ലതാണ്. ശരി, അപ്പൊ ഇതിന്റെ ഒരു പ്രൊപ്പോർഷൻ ഒന്ന് ആലോചിക്കേ. കൂടുതൽ ഒരു 80% മാഗസിൻ റവന്യൂ, ഒരു 20% അഡ്വർടൈസിംഗ് റവന്യൂ ഉള്ളെങ്കിൽ ഇതായിരിക്കും ഒരു പബ്ലിഷറെ സംബന്ധിച്ച് അയാൾക്ക് ആഗ്രഹം. ഓക്കെ, ഇത് മാറിയിട്ട് മാഗസിൻ ഒന്നും ആർക്കും വേണ്ട എന്നുണ്ടെങ്കിൽ അഡ്വർടൈസിംഗ് റവന്യൂ കൂടാനും സാധ്യത കുറവാണ്, അല്ലെ? ഇനി ഇങ്ങനെയാണെങ്കിൽ തന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അസ്യൂം ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, ഒരു 70% നമ്മൾ മെർസന്റെ കേസിൽ അഡ്വർടൈസിംഗ് റവന്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അസ്യൂം ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്കണോമിക് ഡൗൺ ടേൺ ഒക്കെ വരുന്ന സിനാരിയോയിൽ അഡ്വർടൈസിംഗ് ബജറ്റ് കട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നേരെ ഇതങ്ങ് കുറയും. നമ്മൾ പ്യുവർലി റിലൈ ചെയ്ത്, അല്ലെ, ഒരു വലിയൊരു ബിസിനസ് റിസ്ക് അവിടെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, തേർഡ് വൺ, സ്പ്ലിറ്റ് ഓഫ് പബ്ലിക്കേഷൻ റവന്യൂ ബിറ്റ്വീൻ ഇൻകം ഫ്രം പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ. ഇത് ആസ് ഓഫ് നോ മെർസെ ആഗ്രഹിക്കുന്നുണ്ടാവും എന്താ, പ്രിന്റിൽ നിന്നുള്ള റവന്യൂ കുറഞ്ഞോട്ടെ, ഡിജിറ്റൽ റവന്യൂ കൂടണം. കാരണം ഫ്യൂച്ചർ ഡിജിറ്റൽ ആണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ കാര്യം. ഫോർത്ത് വൺ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ കോസ്റ്റ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ റവന്യൂ കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സെയിൽസ് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതല്ല എഴുതേണ്ടത്.
ഇതിന്റെ കൂടെ ഇത് എഴുതാം, ഇത് 1 ലൈൻ ആയിട്ട് എഴുതാം. ഇനി ആ കോസ്റ്റ് കൂടാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വായിച്ചു നോക്കിയേ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അതിന്റെ റീസൺ എന്താ? ഡിജിറ്റൽ എഫിഷ്യൻസി ഗെയിൻസ്, സക്സസ്ഫുൾ മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി. ഏതാ? നമ്മുടെ പേവാളൊക്കെ വെക്കുന്നുണ്ടല്ലോ. ആൻഡ് റിഡക്ഷൻ ഇൻ പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. പ്രിന്റിംഗ് ഒക്കെ നമ്മൾ നിർത്തിയത് കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. എക്സാക്ട് റീസണിലേക്ക് എത്തണം. അല്ലാതെ സെയിൽസ് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ കോസ്റ്റ് കുറഞ്ഞത് കൊണ്ടോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയതെന്ന് മാത്രം എഴുതരുത്. അതേപോലെ ഡിക്രീസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയാനുള്ള റീസൺ, പേപ്പറിന്റെ കോസ്റ്റ് കൂടി. ആലോചിക്കും, പ്രിന്റ് കാര്യം നമുക്ക് കുറയാണ്, എന്നാലും പേപ്പറിന്റെ കോസ്റ്റ് കൂടാതെ പേപ്പർ ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വന്ന ഒരു ഡിസപ്ഷൻ വരും. ഡിക്ലൈനിങ് സബ്സ്ക്രിപ്ഷൻ വോളിയൂംസ്, ഇൻക്രീസിംഗ് സ്റ്റാഫ് എക്സ്പെൻസസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വിച്ച് ഇസ് റിക്കറിംഗ്. അതായത് നമ്മളൊരു ഡിജിറ്റൽ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരികയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടാനും കുറയാനുള്ള റീസൺ. ദെൻ ഫ്രീ ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ഇത് നമ്മൾ FM പഠിച്ചതാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഫ്രീ ക്യാഷ് ഫ്ലോസും കാണുമ്പോൾ ഒരേപോലെയൊക്കെ തോന്നും, പക്ഷെ അത് വ്യത്യാസം. ഒന്ന് പ്രോഫിറ്റ് ആണ്, ഒന്ന് ക്യാഷ് ഫ്ലോ ആണ്. ഫസ്റ്റ് തിങ്, ഫ്രീ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷമുള്ള ക്യാഷ് ഫ്ലോ ആണ്. ഫ്രീ ക്യാഷ് ഫ്ലോ മെഷേഴ്സ് ദ ക്യാഷ് അവൈലബിൾ ആഫ്റ്റർ ഒപെക്സ് ആൻഡ് ക്യാപെക്സ്. ഓക്കെ, ഓർഗനൈസേഷന് വേണ്ട ഓപെക്സും ചെയ്തു, എന്തെങ്കിലും ക്യാപെക്സ് ചെയ്യാണെങ്കിൽ അതും ചെയ്തതിന് ശേഷം അവൈലബിൾ ആയ ക്യാഷ് ഫ്ലോ. അപ്പൊ ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോയുടെ റീസൺ നല്ല രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്തുകൊണ്ടാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചു, സ്റ്റേബിൾ സബ്സ്ക്രിപ്ഷൻ ഇൻഫ്ലോസ്. ഡിക്രീസ് വരാനുള്ള റീസൺ നമ്മൾ മേ ബി ഹെവിലി ഏതെങ്കിലും പുതിയ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനാരിയോയ്ക്ക് ഒരു സാധ്യത എപ്പോഴും എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ ഫേസസ് റൈസിംഗ് കോസ്റ്റ് ഓർ എക്സ്പീരിയൻസ് ഡിക്ലൈനിങ് സബ്സ്ക്രിപ്ഷൻ കളക്ഷൻസ്. ആളുകളുടെ നിന്ന് ഫണ്ട് പിരിഞ്ഞു കിട്ടുന്നില്ല എന്നുള്ളത്. നെക്സ്റ്റ് ഐറ്റം EPS ആണ്. EPS ഏർണിംഗ്സ് പെർ ഷെയർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഒരു ഷെയർ ഹോൾഡറിന് എത്രത്തോളം ഏർണിംഗ്സ് കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി പാറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത്, നമ്പർ ഓഫ് ഷെയർസ് ആണ് ചെയ്യാറുള്ളത്. പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ളതാണ് നമ്മൾ EPSന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് പറയാറുള്ളത്. EPS കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ റീസൺ? ഇൻക്രീസ് ഇൻ EPS മേ റിസൾട്ട് ഫ്രം ഇംപ്രൂവ്ഡ് പ്രോഫിറ്റബിലിറ്റി. നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയാലാണല്ലോ പാറ്റ് കൂടുക അല്ലെ. അല്ലെങ്കിൽ ഷെയർ ബൈബാക്സ് നടക്കും. ഷെയർ ബൈബാക്സ് നടക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെയർസിന്റെ കൗണ്ട് കുറയും, ഓർ സ്ട്രോങ് കോസ്റ്റ് കൺട്രോൾ. അതായത് ഡിനോമിനേറ്റർ കുറയുന്ന കാര്യം. ഷെയർ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെയർസിന്റെ എണ്ണം കുറയും. ഡിക്രീസിന്റെ റീസൺ ഇക്വിറ്റി ഡൈലൂഷൻ ആണ്. നമ്പർ ഓഫ് ഷെയർസ് കൂടി, അല്ലെങ്കിൽ കോസ്റ്റ് കൂടി. കോസ്റ്റ് കൂടിയതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞത്. ഇതൊക്കെ ആയിരിക്കും EPSന്റെ റീസൺ. നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ, ഇത് നല്ലൊരു KPI ആണ്. നമ്മുടെ കസ്റ്റമർ സ്ട്രെങ്ത്തും അതേപോലെ എത്രത്തോളം റവന്യൂ പ്രെഡിക്റ്റബിലിറ്റി ഒക്കെ ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി. നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സംബന്ധിച്ച് ഡിജിറ്റൽ ഇത് നല്ല രീതിയിൽ കൂടണം, പ്രിന്റിലും കൂടണം എന്നാണ് ആഗ്രഹം. എനിവേ, ഇൻഡസ്ട്രി ഒരു സ്ട്രക്ചറൽ ഡിക്ലൈനിലാണെങ്കിൽ അത് കൂടുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഡിജിറ്റൽ എന്തായാലും കൂട്ടാം. സിമിലർലി നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മാഗസിൻസ് വെബ്സൈറ്റ്, നമ്മുടെ ഡിജിറ്റൽ കോണ്ടന്റ് വ്യൂ ചെയ്യാൻ വേണ്ടി മാഗസിന്റെ വെബ്സൈറ്റിലേക്ക് വരുന്നവർ, ഇതെന്തായാലും കൂടണം. ഇതെങ്ങനെ കൂട്ടാം? SEO സ്ട്രാറ്റജി. നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് എഞ്ചിനിൽ വരും, സെർച്ച് എഞ്ചിനിലൂടെ എത്തുന്നവരുണ്ടാവും, പല വഴികളിലൂടെ എത്തുന്നവരുണ്ടാവും അല്ലെ. സോ സ്ട്രോങ് SEO സ്ട്രാറ്റജി, സോഷ്യൽ മീഡിയ വിസിബിലിറ്റി, വൈറൽ കോണ്ടന്റ്, ഇംപ്രൂവ്ഡ് യൂസർ എക്സ്പീരിയൻസ്. ഡിക്രീസ് സംഭവിക്കാൻ കാരണം സെർച്ച് എഞ്ചിനിൽ നേരത്തെ പറഞ്ഞ അൽഗോരിതം റിസ്ക് കൊണ്ടും, വീക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പുവർ കോണ്ടന്റ് റെലവൻസ്, ഓർ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻസി ഇഷ്യൂസ്. ഇതൊക്കെയാണ് റീസൺസ്. സ്റ്റാഫ് ടേൺ ഓവർ, ഹൈ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നല്ലതാണോ മോശമാണോ? ഹൈ സ്റ്റാഫ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുവർ വർക്കിംഗ് കണ്ടീഷൻ അല്ലെ. റിമോട്ട് വർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ റിമോട്ട്ലി വർക്ക് ചെയ്യാൻ ആൾക്കാർ താല്പര്യം ഇല്ലാതെ ആവുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സിനാരിയോ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ. സ്ട്രോങ്ങർ കോമ്പറ്റീഷൻ ഫോർ ഡിജിറ്റൽ ടാലന്റ്. കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്ക് ടാലന്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ് ഓർഗനൈസേഷൻ ഉള്ളത്. ഓർ വീക്ക് ലീഡർഷിപ്പ്. ലോ ടേൺ ഓവറിന്റെ റീസൺ എന്തായിരിക്കും? ലോ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആരും വിട്ടുപോകുന്നില്ല. സ്ട്രോങ് ബ്രാൻഡ് ലോയൽറ്റി കൊണ്ടോ അല്ലെ, ജോബ് സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി കൊണ്ടോ, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ കൾച്ചർ കൊണ്ടോ, നല്ല കോമ്പൻസേഷൻ സ്ട്രക്ചർ കൊണ്ടോ ഒക്കെയാണ്. ലാസ്റ്റ് വൺ, എനർജി കൺസംഷൻ ആൻഡ് വേസ്റ്റ്. ഏറ്റവും അവസാനത്തെ KPI ആണ് എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി. കണ്ടോ, വീണ്ടും വീണ്ടും സസ്റ്റൈനബിലിറ്റി. മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ എല്ലാ ഓർഗനൈസേഷൻസും നമ്മുടെ ഇവിടേക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. മേ ബി ഒരു 4-5 വർഷത്തിനുള്ളിലൊക്കെ ആയേക്കാം.
ഓക്കെ, 4-5 വർഷം വേണ്ട, അത്രയും പോകുന്നുണ്ടാവില്ല. മേ ബി ഒരു 2-3 ഇയേഴ്സ്. എന്തായാലും ആസ് ഓഫ് നൗ SMEs ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല സസ്റ്റൈനബിലിറ്റിയെ പറ്റിയിട്ട്. ഇപ്പൊ സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ്സ്, അതായത് ഇപ്പൊ US നാസ്ഡാക്കിന്റെ ഒക്കെ കേസിൽ നിങ്ങൾ ഒരു സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് അവർ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഗ്രീൻ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓരോ കമ്പനീസിന്റെയും, അല്ലെ, ഓരോ കമ്പനീസിന്റെയും ഇമിഷൻസ്, കാർബൺ ഇമിഷൻസ് എത്രയാണ്, അല്ലെങ്കിൽ അവർ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് എത്രയാണ്, എനർജി കൺസപ്ഷൻ എത്രയാണ് എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഓക്കെ, ആ റേറ്റിംഗ് ഏറ്റവും നല്ല രീതിയിൽ ഹയർ റേറ്റിംഗ് ഉള്ളവരുടെ ഷെയർ പ്രൈസസ് ഓട്ടോമാറ്റിക്കലി, ഐ മീൻ കമ്പനിയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി അലൈൻഡ് ആണ് അതുമായിട്ട്. ഓക്കെ, നമ്മുടെ ഇവിടേക്കൊക്കെ അത് ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഫുഡ് പ്രിന്റിന്റെ ഒക്കെ കാര്യങ്ങളൊന്ന് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. നമ്മൾ ചാപ്റ്റർ നമ്പർ 7 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR പഠിച്ച ചാപ്റ്റർ. ഓക്കെ, സോ ദിസ് KPI measures sustainability, performance and operational efficiency. Increased കൺസംഷന്റെ റീസൺ പ്രിന്റിംഗ് ഓപ്പറേഷൻസ് കൂട്ടി. ഇതിന് എന്തായാലും സാധ്യതയില്ല കേട്ടോ. എനർജി കൺസംഷൻ കൂടുന്നതിന്റെ റീസൺ ആണ്. മെർസയുടെ കേസിൽ നിങ്ങൾക്കറിയാം, മെർസയുടെ എനർജി കൺസംഷൻ എന്താണ്, ഭയങ്കരമായിട്ട് കുറയുക ചെയ്തിട്ടില്ലേ. അപ്പൊ മെർസെ പ്രിന്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ മെർസയുടെ കേസിൽ എന്തായിരിക്കും, ഇംപ്രൂവ് ഓപ്പറേഷൻ എഫിഷ്യൻസി, റിഡ്യൂസ് പ്രിന്റ് വോളിയംസ് ഓർ സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെ എനർജി കൺസംഷൻ കുറയാനുള്ള റീസൺസ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി അടുത്ത് മെർസെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് എടുക്കാണ്. ഫസ്റ്റ് വൺ, കമ്പനി ഓവർവ്യൂ. Mersey is one of the 5 biggest publishers of magazines in Darlan. It was established 60 years ago with the first magazine covering home and lifestyle subjects. Initially, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. It has expanded over the years due to a combination of publishing popular magazines and taking over. കണ്ടോ, മെർസെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. Who produce magazine on other subjects. Okay, Mersey publishes over 300 different magazines on a wide range of subjects. Most of these magazines are published in monthly edition, with a few being published weekly or quarterly. All magazines are published in both print-based and digital formats. Okay, അപ്പോൾ എല്ലാം പ്രിന്റിലും ഡിജിറ്റൽ ഫോർമാറ്റിലും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. ഡിജിറ്റൽ സൈഡിൽ നോക്കുമ്പോൾ ഗുഡ് തിങ് ആണ്. All of its offices and the retailers which sell its magazines are based in Darland oriented ആയിട്ടാണ്. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഡാർലാൻഡ് മാത്രമാണ്. Mersey has been listed in the stock exchange for the last 8 years. അപ്പൊ കഴിഞ്ഞ 8 വർഷമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കുക, എന്തായാലും ഇവിടെ അക്യൂസിഷൻസും കാര്യങ്ങളും ഒക്കെ ഇനി മുന്നോട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പബ്ലിക് ഫണ്ട് ആക്സസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സിൻസ് ഇറ്റ് ഈസ് ബീങ് ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൽ നിന്ന് എടുക്കേണ്ട നോട്ട്സും കാര്യങ്ങളും. 300+ മാഗസിൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ വളരെ വലിയ പോർട്ട്ഫോളിയോ ആണ്. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് നിൽക്കുന്നില്ല, ഡൈവേഴ്സിഫൈഡ് ആണെന്നുള്ളത് ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്. ഗ്രോ ത്രൂ അക്വിസിഷൻസ്. കംപ്ലീറ്റ് 60 വർഷം കൊണ്ട് ഒരു ഓർഗാനിക് ഗ്രോത്തിലൂടെ വന്ന ഒരു കമ്പനി അല്ല മെർസെ. ഇത്രയും കാലം നമുക്ക് തന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും, ഇതുവരെ SBLന്റെ ചരിത്രത്തിൽ ഈ പ്രസീൻ വന്നതിന് ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യനിലും ഓർഗാനിക് ഗ്രോത്ത് എന്നത് മാത്രമായിരുന്നു സിനാരിയോ. എന്നിട്ട് എക്സാമിൽ ഇപ്പൊ ലാസ്റ്റ് തവണ ലെവലിലെ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് എക്സാം ഡേയിൽ തന്ന ടാസ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലെവൽ ഒരു അക്യൂസിഷൻ ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ പ്രിസീൻ കോണ്ടന്റിൽ തന്നെ ഒരു അക്യൂസിഷനിലൂടെയാണ് വളർന്നത് എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പൊ ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ, സോ എന്താണ് മുന്നോട്ടും കമ്പനിയുടെ സ്ട്രാറ്റജി ഗ്രോത്ത് ബൈ അക്യൂസിഷൻ തന്നെ ആയിരിക്കാം. അക്യൂസിഷൻസിന് നല്ല സാധ്യതയുണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഓൾ മാഗസിൻസ് ഇൻ പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ, ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ എല്ലാം ഡാർലൻഡിലാണ്. ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് അവിടെ മീറ്റ് ചെയ്യണം. എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ് എന്ന് വെച്ചാൽ 60 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഫാസ്റ്റ് ചേഞ്ചിങ് ഡിജിറ്റൽ എൻവയോൺമെന്റിൽ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗോയിങ് ഫോർവേഡ് നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ IT സിസ്റ്റത്തെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ അനലിറ്റിക്സ് പരിപാടി ഉണ്ട് കേട്ടോ, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്ന രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. അല്ലെങ്കിൽ ദേ ബിലീവ് ദർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റംസ് ആർ ഇനഫ്, ആർ സഫിഷ്യന്റ് എന്ന രീതിയിലാണ് പറയുന്നത്. അതല്ലാതെ ഏറ്റവും അപ്ഡേറ്റഡ് ടെക് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരണം എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളല്ല എന്ന രീതിയിൽ മനസ്സിലാക്കും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോൺവെർസേഷനും കൂടെ ഒക്കെ ആയിരിക്കാം. ഓക്കെ, ഇനി മിഷൻ ആൻഡ് വാല്യൂസ്. മെർസയുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താ വായിച്ചോക്കെ? To enhance our readers' lives through expert provision of information which engages them, which enables and entertain them. അവരെ എന്റർടൈൻ ചെയ്യുന്ന, അവർക്ക് ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന കാര്യങ്ങൾ കോണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്.
Merce's communication with readers often stress that Merce's authors and readers are part of one large community. നമ്മുടെ എംപ്ലോയീസ് ഉള്ള ഓതേഴ്സും വായനക്കാരും അല്ലെ റീഡേഴ്സും ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ട് അവർ സംസാരിക്കുന്ന ഒരു സെയിം ഗ്രൂപ്പാണ് നമ്മൾ ആ രീതിയിൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. Other values include its commitment to sustainability and developing its employees personally and professionally. Mercer has an ethical code which contains broad principles on areas such as integrity and honest content creation, and also has some specific provision, for example, compliance with the regulation of NMSA. ഇതാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതുവരെ SBLന്റെ ഏത് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും, എല്ലാ ക്വസ്റ്റ്യനിലും ഇല്ല, ബട്ട് സ്റ്റിൽ ഒരു 80% ക്വസ്റ്റ്യൻസിലുള്ള ഒരു കാര്യമാണ് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ സിനാരിയോയിൽ കാണാറുണ്ട്. അത് ഡൂൾസിന്റെ കേസിൽ കണ്ടതാണ്, കൊഫോൾഡിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്തൊക്കെ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? നമ്മൾ ബിസിനസ് ഇന്റഗ്രിറ്റി, നമ്മൾ ഭയങ്കര എന്താ പറയാ ഹോണസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മൾ വളരെ എത്തിക്കൽ സോഴ്സിങ് ഓഫ് ചോക്ലേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയി ചൈൽഡ് ലേബർ ചെയ്ത ഡൂൾസിൽ, അല്ലെ? നമ്മൾ ഫാൾസ് ക്ലെയിം ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊഫോൾഡിലെ CEO പോയിട്ട് സ്റ്റേറ്റ്മെന്റ് വിട്ടത് പ്രസിന്റെ അടുത്ത്. എന്താ പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? അല്ലെ? നമ്മളൊരു ഹാർഡ്ഷിപ്പ് ബോണസ് ഒക്കെ കൊടുത്തിട്ട് പ്രൊട്ടസ്റ്റേഴ്സിന്റെ അടുത്താക്കാതെ സിനാരിയോ ഒക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും അതിലെ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ഒരു കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനാരിയോ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എംപ്ലോയീസിനെ പേഴ്സണലി പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യണം, അതിനോട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷനിൽ ഇപ്പോഴുള്ള എംപ്ലോയീസിനെ കുറെ പേരെ ലേ ഓഫ് ചെയ്യുന്നതായിരിക്കാം സിനാരിയോ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഹോണസ്റ്റ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലഗിയാരിസം കൊണ്ടുവരുന്നതായിരിക്കും സിനാരിയോ. ഓക്കെ, അപ്പോ അതൊന്ന് ആലോചിച്ചു കേട്ടോ. എപ്പോഴും മിഷനുമായിട്ട് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഒന്നുമില്ല, അത് എക്സാം ഡേയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് എഴുതുന്ന സമയത്ത് ദിസ് കംസ് അപ്പ് ആസ്, അല്ലെങ്കിൽ ദിസ് കംസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റഡ് ബിലീഫ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റഡ് ഓർഗനൈസേഷൻ മിഷനുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് എഴുതാൻ ഓർക്കുക. ഓക്കെ, പിന്നെ മിഷൻ ഫോക്കസ്ഡ് ഓൺ റീഡർ വാല്യൂ, റീഡേഴ്സിന് ആ വാല്യൂ കൊടുക്കണം എന്ന രീതിയിലാണ്. ദെൻ കമ്മ്യൂണിറ്റി പൊസിഷനിങ്, നമ്മളൊരു ഗ്രൂപ്പായിട്ട് സെയിം കമ്മ്യൂണിറ്റി ഫീലിംഗ്, അത് മിക്ക ബ്രാൻഡുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ. ദെൻ സസ്റ്റൈനബിലിറ്റി കമ്മിറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ പേപ്പർ വേസ്റ്റ് കുറയ്ക്കുക, എൻവയോൺമെന്റ് റിപ്പോർട്ടിംഗ് കൊണ്ടുവരിക, ക്ലൈമറ്റ് എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ഓപ്പറേഷൻസ് അലൈൻ ചെയ്യുക. ഇതൊക്കെയാണ് യൂഷ്വലി നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. ഇതിനെപ്പറ്റി സസ്റ്റൈനബിലിറ്റി സൈഡിൽ വളരെ കാര്യമായിട്ടുള്ളത് നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ നോക്കുക. 30% ഡയറക്ടേഴ്സ്, 10% അതർ ഷെയർ ഹോൾഡേഴ്സ്, 60%. അപ്പം ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആരാണെന്നും, മെർസെ മെർസെ എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്തത് ആരാണെന്നും അങ്ങനെയുള്ള ഡാറ്റ ആസ് ഓഫ് നോ മിസ്സിംഗ് ആണ്. മേ ബി അവർ ഇപ്പോഴും ഡയറക്ടേഴ്സ് എന്ന ഈ ഒരു 30% ഇൻക്ലൂഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്ത് 10% ചിലപ്പോൾ ആരുണ്ടാവും, ഫൗണ്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾ സംസാരിക്കേണ്ടത്. ഈ അതർ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് സംസാരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം 60% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സ് വന്ന സമയത്ത് ഇവരായിരിക്കും സിഇഒനെ അപ്പോയിന്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡിന് ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതും ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സിന് ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് തന്നെ ആയിരിക്കണമെന്നല്ല അപ്പോഴും സിഇഒ പൊസിഷനിലോ ചെയർമാൻ പൊസിഷനിലോ ഫൗണ്ടേഴ്സ് ഇരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഫൗണ്ടേഴ്സിന്റെ കാര്യങ്ങൾ ആസ് ഓഫ് നോ പ്രസിഡന്റ് ബേസിക് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അവര് ഏത് പെർസെന്റേജിലേക്കാണ് അവര് മാപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡർ 60% ആണ്, ഡയറക്ടേഴ്സ് 30% ആണെന്ന് പറയുമ്പോൾ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവും. കാരണം പെർഫോമൻസ് ലിങ്ക് KPIs ഒക്കെ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കൺസോളിഡേഷന്റെ കോണ്ടെക്സ്റ്റ് പറയാണ്, നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് അക്വിസിഷൻസ് ആണ്, മുന്നോട്ട് ചെയ്യുന്നതും മോസ്റ്റ്ലി അക്വിസിഷൻസ് ആയിരിക്കും. ഹോസ്റ്റൈൽ ടേക്ക് ഓവർ റിസ്ക് വളരെ കുറവാണ്, കാരണം 60% ഷെയർസും ഹോൾഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് വന്ന് കൺട്രോൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, നമ്മളൊരു ന്യൂ കമ്പനി, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഫണ്ടിങ് ഒക്കെ പോകുന്ന സമയത്ത് അത് എളുപ്പമാണ്, മുന്നോട്ട് പോകുന്ന സമയത്ത് അത് അത്ര ഈസി അല്ല. ഓക്കെ, വെരി ഗുഡ്. അടുത്തൊരു സിനാരിയോ ആണ് നേരത്തെ ചോദിച്ചിരുന്ന ഒരാള്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സ് സിംഗിൾ എൻറ്റിറ്റി ആണോ മൾട്ടിപ്പിൾ എൻറ്റിറ്റി ആണോ? ആസ് ഓഫ് നൗ അതും തന്നിട്ടില്ല. യൂഷ്വലി ഒരു ഒന്നോ രണ്ടോ എൻറ്റിറ്റീസ് ചേരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സ്, ചിലപ്പോൾ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരുപാട് എൻറ്റിറ്റീസ് വന്നിട്ട് അവരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സ് വിളിക്കില്ല,
കാരണം ഓർഗനൈസേഷന്റെ 60% ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വാല്യൂ എത്രയാണോ ടോട്ടൽ കമ്പനിയുടെ വാല്യൂ ഉള്ളത് അതിന്റെ 60% കൊടുത്ത് ആ കൺട്രോൾ എടുക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ യൂഷ്വലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ലാർജ് ഫണ്ട്സ് ഒക്കെയുള്ള ഇൻഷുറൻസ് കമ്പനികളെയും മ്യൂച്വൽ ഫണ്ട് ഗ്രൂപ്പുകളൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ചിലപ്പോൾ 1-2 ഗ്രൂപ്പുകൾ മാത്രമേ ഉണ്ടാവണമെന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഗവേണൻസ്. ഈ ഒരു ലാസ്റ്റ് ഏരിയ ആയിട്ട് പറയും ഗവേണൻസ്. മെർസെ ഹാസ് 12 ഡയറക്ടേഴ്സ്. അതിൽ 6 പേര് ഡയറക്ടേഴ്സ് ആണ്, 6 പേര് NEDs ആണ്. ഓക്കെ, 50-50 സ്പ്ലിറ്റ് നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്, അവിടുത്തെ കൺട്രിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് കോഡിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓൾ NEDs ഫുൾഫിൽ ദ ഡെഫിനിഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള NEDs ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ അൺബയസ്ഡ് ആണ്, അല്ലെ? ആ ഡെഫിനിഷൻ ഫുൾഫിൽ ചെയ്യുന്നവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രൂലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരാണെന്നുള്ളതാണ്. മെർസേസ് നോമിനേഷൻ, ഓഡിറ്റ് ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. ഓൾറെഡി 3 കമ്മിറ്റീസ് ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ റിസ്ക് കമ്മിറ്റി നമുക്ക് ഇല്ലാതെ മിസ്സിംഗ് ആണെന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ എന്താണ്, ഇറ്റ് ഓൾസോ ആസ് എ റിസ്ക് കമ്മിറ്റി. പക്ഷെ കോഡ് പ്രകാരം ഡാർലാൻഡിലെ കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് പ്രകാരം ഇത് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും അടിപൊളി ഒരു ബോർഡ് സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ ഇതിനു മുന്നേ ഉള്ള പ്രൊസീൻസിൽ ഒന്നും വന്നിട്ടില്ല. എപ്പോഴും ബോർഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നും പറയാനില്ല. കാരണം 50-50 ബാലൻസ് ഉണ്ട്. ഡയറക്ടേഴ്സും NEDസും 50-50 ബാലൻസ് ആണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. സെക്കൻഡ് വൺ, അത് ഓൾറെഡി അവിടുത്തെ കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് പറയുന്നുണ്ട്. അത് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യം. പിന്നെന്താ പോസിറ്റീവായുള്ള കാര്യം? നോമിനേഷൻ കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റിയും റെമ്യൂണറേഷൻ കമ്മിറ്റിയും വേണമെന്ന് പറഞ്ഞു. അത് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി റിസ്ക് കമ്മിറ്റി വേണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ റിസ്കിനൊക്കെ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് റിസ്ക് കമ്മിറ്റി നമുക്കുണ്ട്. സൂപ്പർ ഗുഡ്. അപ്പൊ ഇത്രയും എക്സലന്റ് ആയിട്ട് ഒരു ബോർഡ് സ്ട്രക്ചർ അടുത്ത കാലത്ത് ഒരു ക്വസ്റ്റ്യനിലും കണ്ടിട്ടില്ല. അപ്പൊ ബോർഡ് സ്ട്രക്ചറിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളൂ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബോർഡിന്റെ സ്ട്രക്ചർ ഗവേണൻസ് സൈഡിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും പ്രൊസീജിയർ നമുക്ക് കാണുന്നില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം, ഡൈവേഴ്സിറ്റി ഇൻ ദ ബോർഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 5 നമ്മൾ പഠിച്ചതാണ്. ആ ഡൈവേഴ്സിറ്റി കാര്യങ്ങൾ നമുക്ക് എന്താണ് പല ജെൻഡറിൽ നിന്നും പല റേസിൽ നിന്നും ഒക്കെയുള്ള, അല്ലെ, പല നോളജ്, പല എക്സ്പെർട്ടൈസ് ഉള്ള അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കണം ബോർഡിൽ ഉണ്ടാവേണ്ടത്. ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോഴും ഒരു പോസിറ്റീവ് നോട്ടിൽ പറയാനുള്ള കാര്യം. മേ ബി ഡൈവേഴ്സിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫർദർ ഇൻഫർമേഷൻ കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആസ് ഓഫ് നൗ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. ബാലൻസ് ബോർഡ് സ്ട്രക്ചർ ആണ്. റിസ്ക് കമ്മിറ്റി ഉള്ളത് മാൻഡേറ്ററി അല്ലാഞ്ഞിട്ട് പോലും ഒരു റിസ്ക് കമ്മിറ്റി ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഒരു പാരഗ്രാഫ് കൂടെ നോക്കില്ല ഇന്ന്. എന്താ അവസ്ഥ? മടുതോ? ഒന്ന് കമന്റ് ചെയ്യോ? ഈ ഒരു പാരഗ്രാഫ് കൂടെ നോക്കിയാലോ? ഓക്കെ അല്ലേ? ശരി, ഓക്കെ, എന്നാ നോക്കാം. മെർസേസ് പ്രിന്റ് ബേസ്ഡ് മാഗസിൻസ് ക്യാൻ ബി സബ്സ്ക്രൈബ് ടു ഡയറക്ട്ലി ഓർ പർച്ചേസ്ഡ് അറ്റ് റീറ്റെയിലേഴ്സ്. നമുക്ക് മാഗസിൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിലോ ട്രാൻസ്പോർട്ട് ഹബിലോ പോയിട്ട് മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ഒക്കെ വീട്ടിൽ വരുന്ന പോലെ ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻസ് അല്ലോ ഓൺലൈൻ ആക്സസ് ടു ഓൾ മെറ്റീരിയൽ പബ്ലിഷ്ഡ് ഇൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് എഡിഷൻസ് ഓഫ് ദി മാഗസിൻ. ഇപ്പൊ മെർസയുടെ കേസിൽ ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്ത മാഗസിൻ, അതിനു മുന്നേ പബ്ലിഷ് ചെയ്ത എല്ലാ പാസ്റ്റ് എഡിഷനും പ്രസന്റ് എഡിഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഗോയിങ് ഫോർവേഡ് നമ്മുടെ സർവർ ഡാറ്റ, നമ്മൾ മുന്നോട്ട് ഈ ഒരു പോളിസി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു സർവർ ഡാറ്റ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. വൺ, മെർസെ ഡസ് നോട്ട് ഓഫർ ഡിജിറ്റൽ വെർഷൻ ഓഫ് ഇറ്റ് മാഗസിൻ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഇമെയിൽ. ഇമെയിലിലൂടെ ഷെയർ ചെയ്യുന്ന ന്യൂസ് ലെറ്റേഴ്സ് പോലെയുള്ളതിന് വീണ്ടും വേറൊരു ഡിജിറ്റൽ വെർഷൻ കൊടുക്കുന്നില്ല. അതായത് അത് ഓൾറെഡി ഡിജിറ്റൽ വെർഷൻ ആണല്ലോ. ഇമെയിൽ എന്ന് പറയുന്നത് തന്നെ ഡിജിറ്റൽ വെർഷൻ ആണല്ലോ. പിന്നെ അത് മീനിങ്ലെസ് ആണ്. മെർസി ഈസ് ഓർഗനൈസ് ഇൻ ടു 8 ഡിവിഷൻസ് റിഫ്ലക്ടിംഗ് ദ കോണ്ടന്റ് ഓഫ് ദ മാഗസിൻ. ഹോം എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ആയിരിക്കാം, സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ആയിരിക്കാം, മൂവീസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെ 8 ഡിവിഷനാണ്. ഈച്ച് ഡിവിഷൻ ഹാസ് വൺ. ആ ഡിവിഷന്റെ ഉള്ളിൽ വീണ്ടും 10, 20, 30 മാഗസിൻസ് ഉണ്ടാവും കേട്ടോ. ഒരു ഡിവിഷനിൽ ഒരു മാഗസിൻ എന്നല്ല, 300 മാഗസിൻ ഉണ്ട്. പക്ഷെ 8 ഡിവിഷനേ ഉള്ളൂ. പിന്നെ ഈച്ച് ഡിവിഷൻ ഹാസ് വൺ മെയിൻ ഓഫീസ് ആൻഡ് സം ഹാവ് എ ഫ്യൂ സ്മോളർ ഓഫീസസ് ആസ് വെൽ. എല്ലാ ഡിവിഷനും ഓരോ ഓഫീസ് ഉണ്ടെന്ന് പറയുമ്പോൾ 8 ഓഫീസസ് ഉണ്ട്. മെയിൻ ഓഫീസസ് ആയിട്ട് തന്നെ 8 ഓഫീസ് ഉണ്ട്. ഈ 8 ഓഫീസും ഓൺ ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഫിക്സഡ് കോസ്റ്റ് ബേസ് എന്ന് പറയാവുന്ന ഒരു ഓഫീസ് പ്രൊമൈസസ് വീണ്ടും ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ആൻഡ് സം ഹാവ് എ ഫ്യൂ സ്മോളർ ഓഫീസസ് ആസ് വെൽ.
അഗെയിൻ അല്ലെ, വീണ്ടും ഓഫീസിന്റെ എണ്ണം കൂടുകയാണ്. മെർസയ്ക്ക് ഇതെല്ലാത്തിനും പുറമെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഡർലാൻഡ്സ് ക്യാപിറ്റൽ സിറ്റി ഇൻ ദ നോർത്ത് ഓഫ് ദ കൺട്രി, വേർ ഇറ്റ് സീനിയർ മാനേജ്മെന്റ് ടീം, പ്രൊക്യൂർമെന്റ്, മാർക്കറ്റിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ടീംസ് ആർ ബേസ്ഡ്. പ്രൊക്യൂർമെന്റ് എന്താ ചെയ്യുന്നത്? പേപ്പർ സപ്ലൈസുമായിട്ട് ബാർഗൈൻ ചെയ്ത് പേപ്പർ മേടിക്കുന്നത്. മാർക്കറ്റിംഗ് ടീം എന്താ ചെയ്യുന്നത്? നമ്മളുടെ ബ്രാൻഡാണ്, മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് ഡിഫറന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ടീംസ് ആർ ബേസ്ഡ്. ആരാ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ടീം ചെയ്യുന്നത്? ആരൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ആ ഡയറ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്നതാണ്. മോസ്റ്റ് ഓതേഴ്സ് വർക്ക് ഇൻ ദർ ഓഫീസ് 2 days a week ആൻഡ് വർക്ക് ഫ്രം ഹോം ദ റെസ്റ്റ് ഓഫ് ദ ടൈം. എന്ത് സുഖല്ലേ, 2 ദിവസം ഓഫീസിൽ പോയാൽ മതി. സം ഓതേഴ്സ് വിൽ സ്പെൻഡ് ടൈം ഔട്ട് ഓഫ് ഓഫീസ് ഗാദറിംഗ് മെറ്റീരിയൽ ഫോർ മാഗസിൻ കോണ്ടന്റ്. ഫോർ എക്സാമ്പിൾ, ഓതേഴ്സ് ഓൺ സ്പോർട്സ് മാഗസിൻ അറ്റൻഡിംഗ് സ്പോർട്സ് ഫിക്ചേഴ്സ്. Other staff are required to be in the office on varying number of days depending on their roles and can work from home the rest of the day. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റിയെ പറ്റി നമ്മൾ മുന്നേ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള കാര്യവും ഒക്കെ സംസാരിച്ചതാണ് ഓൾറെഡി. മെർസയ്ക്കും അത് ബാധകമാണ്. ആ രീതിയിലുള്ള എന്താ പറയാ ഫ്ലെക്സിബിലിറ്റി, വർക്ക് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഒരു സിനാരിയോയിൽ ലോസ് ഓഫ് കീ സ്റ്റാഫിന് ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, ഇവരുടെ വർക്കിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് അല്ലെ, ഒരു സ്പോർട്സ് ഫിക്സർ അറ്റൻഡ് ചെയ്താലേ അതിനെപ്പറ്റിയുള്ള ലൈവ് കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് കൊണ്ടുവന്ന് കോണ്ടന്റ് പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്ന് വായിക്കാം. ഡിജിറ്റൽ ആക്സസ് മോഡൽ, ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻസ് അലൗ ടു പാസ്റ്റ് ആൻഡ് പ്രസന്റ് എഡിഷൻ. അപ്പൊ അതെന്തായാലും വാല്യൂ കൂട്ടും. കാരണം എനിക്ക് കഴിഞ്ഞ മാസത്തെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും അതിലേക്ക് പോയി അല്ലെ വായിക്കാനുള്ള ഒരു മറ്റത് അങ്ങനെയല്ലല്ലോ. ഞാൻ കഴിഞ്ഞ വർഷത്തെ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മിസ് ഔട്ട് ആയി പോയതാണ്. അപ്പൊ ആ രീതിയിൽ അതൊരു ഡിജിറ്റൽ മോഡൽ ഒരു വാല്യൂ തരുന്നതാണ്. ഹൗവർ എന്താ പ്രശ്നം എന്താ അവിടെ? മുന്നോട്ട് പോകുന്ന സമയത്ത് അത്രയധികം ഇത് ഈ ഒരു പോളിസി മുന്നോട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സർവേഴ്സിന്റെ ആവശ്യം ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ അവിടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ റെലവെന്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ റീറ്റെയിൽ പ്ലസ് ഡയറക്ട് സബ്സ്ക്രിപ്ഷൻ. പ്രിന്റ് ഈസ് സോൾഡ് ബോത്ത് ഡയറക്ട്ലി ആൻഡ് ത്രൂ റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് നമ്മൾ ഇന്നലെ സംസാരിച്ച പോയിന്റ് തന്നെയാണ്, റീറ്റെയിൽ ഡിപെൻഡൻസി. റീറ്റെയിലേഴ്സ് നമ്മളെ തന്നെ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ മാർജിൻസും കാര്യങ്ങളും അവർക്ക് ഓഫർ ചെയ്യണം. സെൻട്രലൈസ്ഡ് ഹെഡ് ഓഫീസ് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം 8 ഡിവിഷനിലേക്കും ഉണ്ടാക്കുന്ന 300 മാഗസിൻസിലേക്കും വേണ്ട പേപ്പർ മുഴുവനും ഒന്നിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെ ഇക്കണോമിക്സ് സ്കെയിൽ ഉണ്ടാവും. അതല്ലാതെ അവിടെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓരോ ഓഫീസും നിങ്ങൾക്ക് വേണ്ട മാഗസിന്റെ പേപ്പേഴ്സ് എത്രയാണോ അതനുസരിച്ച് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു ഓപ്പറേഷൻസ് ഒക്കെ വളരെ എഫിഷ്യന്റ് ആണെന്ന രീതിയിൽ നമുക്ക് കമന്റ് ചെയ്യാം. ഹൈബ്രിഡ് വർക്കിംഗ് മോഡൽ എഗെയിൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന രീതിയിൽ പറയാം. ദെൻ ഫീൽഡ് ബേസ്ഡ് കോണ്ടന്റ് ഗാദറിംഗ്. നമ്മൾ ഇങ്ങനെ ന്യൂസിലൊക്കെ കേൾക്കാറില്ലേ, ഇപ്പം മെൽബൺ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്നത് മെൽബണിൽ നിന്നും എന്ന് പറഞ്ഞിട്ടാണ്, ആ ലൊക്കേഷൻ കൂടെ പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ കുറച്ചുകൂടി ഒരു ഒതന്റിസിറ്റി കാര്യങ്ങളൊക്കെ കൂടും, കുറച്ചുകൂടെ ഒരു പ്രീമിയം പൊസിഷനിങ് ആയിട്ട് പറയാം, വെറുതെ ഒരു ഓൺലൈൻ സമ്മർ ചെയ്യുന്ന രീതിയിലല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ ആൾക്കാർ എത്രത്തോളം വാല്യൂ പെർസീവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പണ്ടൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അതൊക്കെ. ഇവിടുന്ന് ഏത് ന്യൂസ് ചാനലാണോ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത്, അവിടെ പോയിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാ ന്യൂസ് പേപ്പേഴ്സ് ഒന്നും പോകില്ലായിരുന്നു. ഇന്നതൊക്കെ മാറി, എല്ലാവരും എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഔട്ട് ഓഫ് 37 പേജസ് നമ്മളൊരു 22 പേജസ് നമ്മൾ കവർ ചെയ്തു. ഇനി ബാക്കി കോണ്ടന്റ്സ് നമുക്ക് നാളെ കവർ ചെയ്യാം. നാളെ നമ്മൾ IT സിസ്റ്റംസ് ഒക്കെ വീണ്ടും നാളെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നാളെ പെട്ടെന്ന് കുറച്ച് കോണ്ടന്റ് കൂടെ ബാക്കിയുള്ളൂ പറയുമ്പോൾ. ഒരു 15 പേജ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഇതില് ഒരു 27 പേജസോടെ 28 പേജസോടെ നമ്മുടെ തന്നിരിക്കുന്ന പ്രിസീൻ കോണ്ടന്റ് തീരും. പിന്നെ പ്യുവർലി സിലബസ് മാപ്പിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്, അതായത് തന്നിരിക്കുന്ന കോണ്ടന്റിന്റെ പെസ്റ്റൽ അനാലിസിസും അതേപോലെ പോട്ടേഴ്സ് 5 വെച്ചിട്ടും ഒക്കെ മാപ്പ് ചെയ്താണ് ESG ആൻഡ് സസ്റ്റൈനബിലിറ്റി നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ നമ്മൾ വായിക്കുന്ന അതേ ഇമ്പോർട്ടൻസിൽ നമുക്ക് വായിക്കാൻ ഉണ്ടാവില്ല. ഓക്കെ, അത് ജനറൽ ആയിട്ടൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു വെച്ചാൽ എന്തൊക്കെ അവിടെ സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും ലാസ്റ്റ് പേജിൽ ഇങ്ങനെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. ഒരു എക്സാമിന് സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ വന്നേക്കാവുന്ന സിനാരിയോസ് എന്നുള്ള രീതിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പ്രിസീനിലുള്ളത്. അപ്പൊ നാളെ ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ വായിച്ച 22 പേജസ് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ആക്കി ഇതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കണക്ട്. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. 1 hour 10 minutes സമയം ആയി. നമുക്ക് നാളെ വൈകിട്ട് കാണാം. താങ്ക് യു ഫോർ ജോയിനിങ്. ടേക്ക് കെയർ. സെയിം സമയം തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് നോമ്പൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈമിങ് വെച്ചത്. നോമ്പൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് സെറ്റിൽ ആവാൻ സമയമുണ്ട്. Okay, so thank you so much for joining, guys. See you all tomorrow. Bye.